ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കായി ടെക് PSC ഫുഡ് സേഫ്റ്റി ഓഫീസർ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ സവിശേഷതകളോടുകൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ആദ്യം ജോയിൻ ചെയ്യുന്ന 200 പേർക്ക് വെറും 2999 രൂപയ്ക്ക്. So first question ഇതാണ്, which product is made by yeast fermentation? Options: apple cider, mango pulp, citrus nectar, all of these. ഈ പറയുന്നതിൽ ഏതാണ് ഈസ്റ്റ് ഫെർമെന്റേഷൻ നടന്നിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ്? ആപ്പിൾ സിഡർ ആണോ? മാംഗോ പൾപ്പ് ഉണ്ടാക്കുന്നതിൽ ഫെർമെന്റേഷൻ വരുന്നുണ്ടോ? നെക്ടർ ഉണ്ടാക്കുന്നതിൽ ഈസ്റ്റ് ഫെർമെന്റേഷൻ വരുന്നുണ്ടോ? അതോ ഇതിലെല്ലാം വരുന്നുണ്ടോ? ഏതാണ് ആൻസർ? നിങ്ങൾ ക്ലാസ്സിൽ ലെങ്ത് ഒരുപാട് ആക്കരുത്. പെട്ടെന്ന് അറിയില്ലെങ്കിൽ അറിയില്ലാന്നെങ്കിലും റെസ്പോണ്ട് ചെയ്യുക. ഏതാണ്? ഞാൻ പേര് വിളിക്കണോ? മാം അറിയില്ല മാം, ഞാൻ ഫുഡ് ടെക്നോളജി ലാസ്റ്റ് പോർഷനിലാണ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്, അതുകൊണ്ടാണ് ആൻസർ ചെയ്യാത്തത്. എനിക്ക് കുറച്ച് ഓക്കെ. ഈ ക്ലാസ്സിൽ ഇപ്പൊ എത്ര പേരുണ്ട്? ഇതിപ്പോ ആരാണ് പറഞ്ഞത്? ആരാണ്? രേഷ്മ. ഓക്കെ, രേഷ്മ അറിയുന്ന ആൻസേഴ്സ് വരികയാണെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, ബാക്കിയുള്ളവർ റെസ്പോണ്ട് ചെയ്യാട്ടോ. ബാക്കി ആരാ? നമുക്ക് 2 പേരും കൂടെ ഉള്ളൂ. അപ്പൊ നിങ്ങൾ അറിയെങ്കിൽ പറയാട്ടോ ആൻസേഴ്സ്. തെറ്റുമെന്ന് വിചാരിച്ചിട്ടൊന്നും പറയാണ്ടിരിക്കേണ്ട. ഇതിന്റെ ആൻസർ ഞാൻ പറയാം. അപ്പം ആപ്പിൾ സിഡർ ആണ്. ആപ്പിൾ സിഡർ ആണ് നമ്മൾ ഈസ്റ്റ് ഫെർമെന്റേഷൻ ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. സോ പൾപ്പും നെക്ടറും ഒക്കെ എന്താന്നുള്ളത് നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. പഠിക്കാത്തവർ അതൊന്ന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. പൾപ്പ്, നെക്ടർ, സ്ക്വാഷ്, ജാം, കോർഡിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ പ്രോഡക്ട്സ് ഉണ്ട്. അപ്പൊ ഈ പ്രോഡക്റ്റിന്റെ ഒക്കെ പ്രിപ്പറേഷനും അതിൽ വരുന്ന കുറെ വാല്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. അതിന്റെ ഡെഫിനേഷൻസും അതിൽ വരുന്ന ഈ ഒരു റേഷ്യോ കാര്യങ്ങളൊക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഈ ക്വസ്റ്റ്യനിൽ വരുന്നത് ആപ്പിൾ സിഡർ ആണ് ഈസ്റ്റ് ഫെർമെന്റേഷൻ വഴി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആപ്പിൾ സിഡർ അല്ലെങ്കിൽ ആപ്പിൾ സിഡർ വിനീഗർ അല്ലെങ്കിൽ സിഡർ വിനീഗർ എന്നൊക്കെ പറഞ്ഞ് കാണാറുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ വിനീഗർ വിച്ച് ഇസ് മെയ്ഡ് ഫ്രം സിഡർ. ഓക്കെ, ആപ്പിളിന്റെ അകത്ത് ഉണ്ടാക്കുന്ന ഒരു വിനീഗർ ആണ് ആപ്പിൾ സിഡർ വിനീഗർ. ഓക്കെ, ഈ ആപ്പിൾ സിഡർ വിനീഗർ നമ്മൾ സാലഡ് ഉണ്ടാക്കുമ്പോഴും അതുപോലെ മാരിനേറ്റ്സില്, ഫുഡ് പ്രിസർവേറ്റീവ്സില്, ചട്നീസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ആപ്പിൾ സിഡർ വിനീഗർ. നമ്മുടെ നോർമൽ വിനീഗറിനെക്കാട്ടും ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള അതാണ് ആപ്പിൾ സിഡർ വിനീഗർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ആപ്പിൾസ് ക്രഷ് ചെയ്തിട്ട് അതിന്റെ അകത്തുള്ള ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്തെടുത്തിട്ട് ഈ ജ്യൂസ് എക്സ്ട്രാക്ട് ചെയ്ത ജ്യൂസിനെ നമ്മൾ ഫെർമെന്റേഷൻ ചെയ്തിട്ടാണ് നമ്മൾ ആപ്പിൾ സിഡർ വിനീഗർ ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ സിമ്പിൾ ആയിട്ട് അതിന്റെ ഒരു പ്രോസസ്സും കൂടെ ഞാനൊന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. നമ്മൾ ആപ്പിൾ ക്രഷ് ചെയ്യുന്നു, എന്നിട്ട് അതിന്റെ ജ്യൂസ് മാത്രം നമ്മൾ സ്ക്വീസ് ചെയ്തെടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ജ്യൂസിനെ ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് ഫെർമെന്റേഷൻ ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, 2 ഘട്ടത്തിലായിട്ടാണ് നമ്മളിവിടെ ഫെർമെന്റേഷൻ ചെയ്യുന്നത്. അപ്പൊ ആദ്യത്തെ സെറ്റിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ആപ്പിൾ ജ്യൂസിനെ നമ്മൾ ഈസ്റ്റ് ഉപയോഗിച്ചിട്ട് ഫെർമെന്റ് ചെയ്തിട്ട് അതിന് നമ്മൾ എന്താക്കി മാറ്റും? നമ്മൾ അതിനെ എത്തനോൾ ആക്കി മാറ്റും. ഓക്കെ, ഇതിലുള്ള ഷുഗർ ഒക്കെ നമ്മൾ എത്തനോൾ ആക്കി മാറ്റും. ഇനി രണ്ടാമത്തെ സെറ്റ് ഓഫ് ഫെർമെന്റേഷനിൽ നമ്മൾ ഈ എത്തനോളിനെ അസിറ്റിക് ആസിഡ് ആക്കിയിട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ അതാണ് രണ്ടാമത്തെ സെറ്റ് ഓഫ് ഫെർമെന്റേഷൻ. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് അസെറ്റോബാക്ടർ സ്പീഷീസിനെയാണ്. അങ്ങനെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റിനാണ് നമ്മൾ സിഡർ വിനീഗർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഈ ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈസ്റ്റ് ഫെർമെന്റേഷൻ വഴി നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾസോ വെരി ഈസി ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ PSC എക്സാംസിൽ ചോദിച്ചു കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കുർക്കുമിൻ ഇസ് എക്സ്ട്രാക്ടഡ് ഫ്രം. ഈ പറയുന്നതിൽ ഏതിലാണ് നമ്മൾ കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? കുക്കുംബർ നിന്നാണോ, ക്യാപ്സിക്കത്തിൽ നിന്നാണോ, ടെർമറിക് ആണോ, കാഷ്യൂനട്ട് ആണോ? ടെർമറിക്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പെട്ടെന്ന് കുർക്കുമിൻ എന്ന് കാണുമ്പോൾ കുക്കുംബർ ഒന്നും പോയി മാർക്ക് ചെയ്യരുത്. അപ്പൊ അങ്ങനെ തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തത്. നിങ്ങൾ പെട്ടെന്ന് ഒരു വെപ്രാളത്തിൽ പോയിട്ട് കുർക്കുമിൻ ഒക്കെ കുക്കുംബറിന്റെ ആണെന്നുള്ളൊരു തോന്നലൊന്നും വരരുത്. കൃത്യമായിട്ട് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണെങ്കിലും ചോദ്യം വായിച്ചിട്ട് തന്നെ നിങ്ങൾ ആൻസർ ചെയ്യുക. ഓക്കെ, അങ്ങനത്തെ മിസ്റ്റേക്ക് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ ആഡ് ചെയ്തത്. നമ്മൾ ആൻസർ ഒക്കെ ഇതിൽ മാർക്ക് ചെയ്തതിൽ മാറിപ്പോയിട്ടുണ്ട്. സ്ലൈഡ് ഉണ്ടാക്കിയപ്പോൾ ആൻസർ ടെർമറിക് ആണ് കേട്ടോ. കറക്റ്റ് ചെയ്ത് പോവാം. ആൻസർ ടെർമറിക് ആണ്. നമ്മൾ കുർക്കുമിൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് ടെർമറിക് എന്നാണ്. സോ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാം അറിയാത്തവർക്ക് വേണ്ടിയിട്ട്. നമുക്കറിയാം കുർക്കുമിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ പോളിഫിനോളിക് മോളിക്യൂൾ എക്സ്ട്രാക്ടഡ് ഫ്രം ദ റൈസോം ഓഫ് ദ പ്ലാന്റ്
കുർക്കുമ ലോങ്ക. ഓക്കെ, ടെർമറിക്കിന്റെ സയന്റിഫിക് നെയിം ആണ്. ഇതെന്ന് പറയുന്നത് ഒരു യെല്ലോ സ്പൈസ് ആണ്. നമുക്കറിയാം, ഒരു ട്രഡീഷണലി നമ്മൾ ഫുഡിൽ യൂസ് ചെയ്യുന്ന ഒരു യെല്ലോ സ്പൈസ് ആണ് നമ്മുടെ ടെർമറിക് എന്ന് പറയുന്നത്. ഇതിലുള്ള ബ്രൈറ്റ് യെല്ലോ ഓറഞ്ച് കളർന്ന് വരുന്നത് നമ്മുടെ കുർക്യൂമിനോയിഡ്സ് ആണ്. കുർക്യൂമിനോയിഡ്സ് തന്നെ പ്രിൻസിപ്പൽ കുർക്യൂമിനോയിഡ് എന്ന് പറയുന്നത് കുർക്കുമിൻ ആണ്. അതാണ് നമ്മുടെ ടെർമറിക്കിന് ഈ ഒരു കളർ കൊടുക്കുന്നത്. ഓക്കെ, ടെർമറിക്കിലുള്ള ആക്റ്റീവ് കോൺസ്റ്റിറ്റ്യൂവന്റ് ആണ് കുർക്കുമിൻ. In addition to its use as a spice and pigment, turmeric has been used for medicinal purposes also. Okay, നമുക്കറിയാം, നമ്മുടെ വീടുകളിലൊക്കെ തന്നെ എന്താ ചെറിയ ഒറ്റമൂലിയൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ടെർമറിക് എന്ന് പറയുന്നത്. സോ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which is not used as a food preservative. ഫുഡ് പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം? ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസിൽ ഫുഡ് പ്രിസർവേറ്റീവ് അല്ലാത്തത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. KMS, സോഡിയം ബെൻസോയേറ്റ്, അസെറ്റിക് ആസിഡ്, ബെൻഡേറ്റ്. ഇതിൽ ഏതാണ് ഫുഡ് പ്രിസർവേറ്റീവ് അല്ലാത്തത്? ബെൻഡേറ്റ് ആണോ മാം? ബെൻഡേറ്റ് ആണ്. ഓക്കെ, ബാക്കി എല്ലാം ഫുഡ് പ്രിസർവേറ്റീവ് ആണ്. നമുക്കറിയാം KMS-ഉം സോഡിയം ബെൻസോയേറ്റും അസെറ്റിക് ആസിഡും ഒക്കെ നമ്മൾ ഫ്രൂട്ട് ജ്യൂസിലും അതുപോലെ പിക്കിൾസിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സും കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ഇതിൽ ബെൻഡേറ്റ് മാത്രമാണ് പ്രിസർവേറ്റീവ് അല്ലാത്തത്. ഓക്കെ, ബെൻസോയേറ്റ് കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ സോഡിയം ബെൻസോയേറ്റ് ഒക്കെ ഒരു പ്രിസർവേറ്റീവ് ആണ്. അപ്പൊ അത് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബെൻഡേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ കൊടുക്കുന്നത്. അപ്പൊ അതൊന്നും മാറിപ്പോകരുത്. ഇനി ബെസ്റ്റ് ക്വാളിറ്റി ജെല്ലി ഇസ് മെയ്ഡ് ഫ്രം ഡാഷ് ഫ്രൂട്ട്. ഈ പറയുന്ന ഏത് ഫ്രൂട്ട് നിന്നാണ് നമ്മൾ ജെല്ലി, ഏറ്റവും നല്ല ക്വാളിറ്റി ജെല്ലി ഉണ്ടാക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആപ്രിക്കോട്ട് ആണോ, ഗുവാവയാണോ, സ്ട്രോബെറി ആണോ, മാംഗോ ആണോ? മാംഗോ. കറക്റ്റ് ആൻസർ ഗുവാവയാണ്. ഓക്കെ, ഏറ്റവും നല്ല ജെല്ലി നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത് ഗുവാവയിൽ നിന്നാണ്. റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുവാവയിൽ ഏറ്റവും കൂടുതൽ പെക്റ്റിൻ കണ്ടന്റ് ഉണ്ട്. ഓക്കെ, നമ്മൾ പെക്റ്റിൻ കണ്ടന്റ് നന്നായിട്ട് ഉണ്ടെങ്കിലാണ് നമുക്ക് നല്ല ക്വാളിറ്റി ജെല്ലി ഉണ്ടാകുന്നത്. ഓക്കെ, ജെല്ലി ഉണ്ടാക്കുന്നതിൽ ഒരു മെയിൻ ഫാക്ടറാണ് അതിൽ പെക്റ്റിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഗുവാവയിൽ നമ്മൾ നാച്ചുറലി പെക്റ്റിൻ പ്രസന്റ് ആണ്. ഓക്കെ, നോർമലി നമ്മൾ പെക്റ്റിൻ ഇല്ലെങ്കിൽ നമ്മൾ പെക്റ്റിൻ ആഡ് ചെയ്ത് കൊടുക്കും. പക്ഷെ ഗുവാവയിൽ നാച്ചുറലി തന്നെ പെക്റ്റിൻ ഉണ്ട്. അതുകൊണ്ട് ഏറ്റവും നല്ല ക്വാളിറ്റി ജെല്ലി ഉണ്ടാക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗുവാവയാണ്. ഓക്കെ, ഗുവാവ എന്നുള്ള കാര്യം വരുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പെക്റ്റിൻ ഓർമ്മ വരണം. ഓക്കെ, ഗുവാവയിൽ നന്നായിട്ട് പെക്റ്റിൻ ഉണ്ട്. ഗുവാവ എന്നുള്ളൊരു പേര് വെക്കുമ്പോൾ തന്നെ പെക്റ്റിൻ നോക്കുക. പെക്റ്റിൻ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ക്വാളിറ്റി ജെല്ലി ഉണ്ടാക്കാമെന്ന് ഓർക്കുക. ഓക്കെ, ഇപ്പൊ തന്നെ പഠിക്കാൻ മറന്നു പോയത്. ഗുവാവ ഇസ് ഹൈ ഇൻ പെക്റ്റിൻ ആൻഡ് ക്യാൻ ബി യൂസ് ടു മേക്ക് സ്വീറ്റ്സ്, റിസർവ്സ്, ജെല്ലീസ് ആൻഡ് ജാം. ഓക്കെ, ജെല്ലി മേക്കിങ്ങും ജാം മേക്കിങ്ങും വളരെ ഇമ്പോർട്ടന്റ് ആണ് പെക്റ്റിന്റെ പ്രസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഗുവാവയാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ജെല്ലി തരുന്നത്. ആപ്പിൾസിലും പെക്റ്റിൻ ഉണ്ട്, പക്ഷെ ഏറ്റവും കൂടുതലുള്ളത് ഗുവാവയിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The process preservation of fruit and vegetable with common salt and vinegar. കോമൺ സോൾട്ടും വിനീഗറും ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ പറയുന്ന ഏത് പ്രിസർവേഷൻ ടെക്നിക്കിലാണ് കോമൺ സോൾട്ടും വിനീഗറും ഉപയോഗിക്കുന്നത്? പിക്ലിംഗിലാണോ, ഫെർമെന്റേഷനിലാണോ, സ്റ്റീപ്പിംഗിലാണോ, അസെപ്സിസിലാണോ? പിക്ലിംഗ്. പിക്ലിംഗ്, വെരി ഗുഡ്. പിക്ലിംഗിലാണ് നമ്മൾ എന്താ പറയാ ബ്രൈൻ സൊല്യൂഷൻ, അതായത് നമ്മുടെ കോമൺ സോൾട്ടും വിനീഗറും യൂസ് ചെയ്യുന്നത്. ഫെർമെന്റേഷനിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ബാക്ടീരിയാസ് ആണ് ഫെർമെന്റേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്റ്റീപ്പിംഗ്, അസെപ്സിസും ഒക്കെ എന്തോ ഒരു ഓപ്ഷൻ തന്നതാണ്. അസെപ്സിസ് പിന്നെയും കണക്ട് ചെയ്യാം, അസെപ്റ്റിക് എന്നുള്ളൊരു കണ്ടീഷൻ, ഒരു അസെപ്റ്റിക് എന്നുള്ളൊരു ഇത് ആക്കാം. സോ പിക്ലിംഗ്, ഫെർമെന്റേഷൻ ഉള്ള ഡിഫറൻസ് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി ഹൗ മച്ച് പെക്റ്റിൻ ഷുഡ് ബി പ്രസന്റ് ഇൻ ഫിനിഷ്? ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കായി ടെക് PSC ഫുഡ് സേഫ്റ്റി ഓഫീസർ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസുകളും റെക്കോർഡ് ക്ലാസുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ആദ്യം ജോയിൻ ചെയ്യുന്ന 200 പേർക്ക് വെറും 2999 രൂപയ്ക്ക്. ജെല്ലി നമ്മൾ മുന്നേ പറഞ്ഞു, ആ ഗോവന്റെ ക്വസ്റ്റ്യൻ പഠിച്ചപ്പോ പറഞ്ഞു ജെല്ലി ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെക്റ്റിൻ ആവശ്യമാണെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ എത്ര പെക്റ്റിൻ വേണം എന്നുള്ളതാണ് ചോദിക്കുന്നത്. 2%, 3%, 3.05 3% ആണ്, 2.5%, 1%. എത്രയാണ് പെക്റ്റിൻ കണ്ടന്റ്? 1% ആണ് കേട്ടോ. ഫിനിഷ്ഡ് ജെല്ലിയിൽ 1% ആണ് പെക്റ്റിൻ കണ്ടന്റ് എന്ന് പറയുന്നത്. ഇനി ഹീറ്റ് സെൻസിറ്റീവ് ഫുഡ്സ് ആർ മോസ്റ്റ്ലി കോൺസെൻട്രേറ്റഡ് വിത്ത് ലോ ടെമ്പറേച്ചർ ബൈ. ഈ പറയുന്ന ഏത് മെത്തേഡ് ആണ്? രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ഹീറ്റ് സെൻസിറ്റീവ് ഫുഡ്സില്, രണ്ടാമത് ലോ ടെമ്പറേച്ചറിൽ ചെയ്യുന്നത്. ഈ പറയുന്നതിൽ ഏത് മെത്തേഡാണ് ഈ രണ്ട് കണ്ടീഷനിൽ
നടക്കുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. വാക്വം ഇവാപറേറ്റർ ആണോ, നാച്ചുറൽ ഇവാപറേറ്റർ ആണോ, ഫ്ലാഷ് ഇവാപറേറ്ററിലാണോ, തിൻ ഫിലിം ഇവാപറേറ്ററിലാണോ? ആൻസർ എന്ന് പറയുന്നത് വാക്വം ഇവാപറേറ്റർ ആണ് കേട്ടോ. വാക്വം, നമുക്ക് വാക്വം എന്നുള്ളൊരു പേര് വെക്കുമ്പോൾ തന്നെ ഓർക്കുക, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്റ്റിനാണ് നമ്മൾ എപ്പോഴും വാക്വം കണ്ടീഷനിൽ പ്രോസസിങ് ചെയ്യുക. ഓക്കെ, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഹീറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രോപ്പർട്ടീസ് ഡിസ്ട്രോയിഡ് ആയി പോകുന്ന ഭക്ഷണത്തിനാണ് നമ്മൾ ഹീറ്റ് സെൻസിറ്റീവ് ഫുഡ്സ് എന്ന് പറയാം. ഹീറ്റ് സെൻസിറ്റീവ് ഫുഡ്സിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് വാക്വം കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, വാക്വം ഇവാപറേറ്റർ ഫ്രീസ് ഡ്രൈയിങ് ആണോ? അല്ലല്ല, വ്യത്യാസമുണ്ട്. ഫ്രീസ് ഡ്രൈയിങ് എന്ന് പറയുന്നത് വാക്വം ഇവാപറേറ്ററും വ്യത്യാസമുണ്ട്. ഫ്രീസ് ഡ്രൈയിങ് നമ്മൾ ചെയ്യുന്നത് വാക്വം കണ്ടീഷനിൽ തന്നെയാണ്. അതും ഹീറ്റ് സെൻസിറ്റീവ് ഫുഡ്സിന് നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഇത് രണ്ടും രണ്ടാണ് കേട്ടോ. നമ്മളോടിപ്പോ ഫ്രീസ് ഡ്രൈയിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ വേറെ പേരുകൾ എന്തൊക്കെയാണ്? ഇപ്പൊ ചോദിച്ചതുകൊണ്ട് ഞാൻ വെറുതെ ആഡ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ഇനി വെജിറ്റബിൾ ഓഫ് ദ 20th century ഏതാണ് അറിയാമോ? ക്ലസ്റ്റർ ബീൻ ആണോ, എമറാന്തസ് ആണോ, വിങ്ഡ് ബീൻ ആണോ, ചിക്കർ മണീസ് ആണോ? അറിയില്ല മാം. വിങ്ഡ് ബീൻ ആണ് കേട്ടോ. വെജിറ്റബിൾ ഓഫ് ദ 20th century എന്ന് പറയുന്നത് വിങ്ഡ് ബീൻ ആണ്. ഇറ്റ് ഇസ് എ ട്രോപ്പിക്കൽ ഹെർബേഷ്യസ് ലെഗ്യൂം പ്ലാന്റ്. Winged bean is nutrient rich and all parts of the plants are edible. Okay. ഇനി light peeling of fruits and vegetable is done by ഏതാണ്? ലൈറ്റ് പീലിംഗ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമുക്ക് പീലിംഗിന്റെ പല ടെക്നിക്സ് അറിയാമോ? ബ്ലാഞ്ചിങ്ങിൽ വരുന്നതാണോ മാം? ബ്ലാഞ്ചിങ്ങിൽ വരും, കാനിങ്ങിൽ ബ്ലാഞ്ചിങ്ങിൽ വരുന്നുണ്ട്. അതെ, എന്തൊക്കെയാണ്? കാസ്റ്റിക് സോഡ. ലൈറ്റ് പീലിംഗ് എന്നുള്ള ടെക്നിക്കിലാണ് നമ്മൾ കാസ്റ്റിക് സോഡ യൂസ് ചെയ്യുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പീലിംഗ് ഏതാണ്? നമ്മുടെ ഹാൻഡ് പീലിംഗ്. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യുന്നില്ലേ, തൊലി ഇങ്ങനെ നൈഫ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എക്വിപ്മെന്റ് യൂസ് ചെയ്തിട്ട്, എബ്രേസീവ് ആയിട്ടുള്ള ഡിവൈസ്, നമ്മൾ സ്ക്രേപ്പർ ഒക്കെ വെച്ചിട്ട് തൊലി കളയില്ലേ, ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള പീലിംഗ് ആണ് ഹാൻഡ് പീലിംഗ് എന്ന് പറയുന്നത്. അതുപോലെ വേറെ പീലിംഗ് മെത്തേഡ്സ് ഉണ്ട്. പീലിംഗ് ബൈ ഹീറ്റ് ഉണ്ട്, ലൈറ്റ് പീലിംഗ് ഉണ്ട്, ഫ്ലെയിം പീലിംഗ് ഉണ്ട്. അപ്പം ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ലൈറ്റ് പീലിംഗിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം പറഞ്ഞ പോലെ കോസ്റ്റിക് സോഡയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഏത് കണ്ടീഷനിലാണ് നമ്മൾ കോസ്റ്റിക് സോഡ യൂസ് ചെയ്യുന്നത് ലൈറ്റ് പീലിംഗിൽ? 1% കോസ്റ്റിക് സോഡ പ്ലസ് ഹോട്ട് ആണോ മാം? 5% കോസ്റ്റിക് സോഡ പ്ലസ് കൂൾ ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ. ഏതൊരു ക്വസ്റ്റ്യൻ എനിക്ക് ഡൗട്ട് ഉണ്ട് കേട്ടോ. 1% തന്നെയാണ്, 1 to 2% തന്നെയാണ്. ഇതിൽ മാർക്ക് ചെയ്തപ്പോ 5%. ഇതൊന്നും ഞാൻ നോക്കട്ടെ കേട്ടോ. എനിക്ക് തോന്നുന്നത് 1 to 2% ആണെന്നാണ്. അപ്പം മാം അതോ ഹോട്ടാണോ? 1% ഞാനതൊന്ന് നോക്കട്ടെ കേട്ടോ. ഞാനൊന്ന് റെഫർ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ അവിടെ നിൽക്കട്ടെ. 1 to 2% 4.5 to 2 minutes ആണെന്നാണ് എന്റെ ഓർമ്മ. പക്ഷെ എനിക്ക് തന്ന ആൻസർ കീഴിൽ ഇതാണുള്ളത്. ഞാൻ ഒന്ന് റെഫർ ചെയ്തിട്ട് പറയാം. ഹോട്ട് ലൈനാണ് 1% കോസ്റ്റിക് സോഡ ഹോട്ട് ആണെന്നാണ് എന്റെ ഒരു വിശ്വാസം. നിങ്ങൾ ഇത് എന്തായാലും ഇപ്പൊ പഠിക്കണ്ട, നമുക്ക് നോക്കിയിട്ട് പറയാം. ഓക്കെ മാം. സോ ജസ്റ്റ് എന്തായാലും നമുക്ക് പീലിംഗിനെ കുറിച്ചിട്ട് പറയാം. പീലിംഗ് നമ്മൾ പറഞ്ഞു, ഹാൻഡ് പീലിംഗ് ഉണ്ട്, പീലിംഗ് ബൈ ഹീറ്റ് ഉണ്ട്, ലൈറ്റ് പീലിംഗ് ഉണ്ട്, ഫ്ലെയിം പീലിംഗ് ഉണ്ട്. അതിൽ ഹാൻഡ് പീലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു എബ്രസീവ് എക്വിപ്മെന്റ് യൂസ് ചെയ്ത് ചെയ്യുന്ന പീലിംഗ് ആണ് ഹാൻഡ് പീലിംഗ് എന്ന് പറയുന്നത്. പീലിംഗ് ബൈ ഹീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റീം അല്ലെങ്കിൽ ബോയിലിംഗ് വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു വെജിറ്റബിളിന്റെയോ ഫ്രൂട്ടിന്റെയോ ഔട്ടർ സ്കിൻ ലൂസ് ചെയ്ത് ചെയ്യുന്ന പരിപാടിയാണ് പീലിംഗ് ബൈ ഹീറ്റ് എന്ന് ചെയ്യുക. അല്ലെ, നമ്മൾ പൊട്ടേറ്റോ ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഒരു 40 degree Celsius അല്ലെങ്കിൽ ഒരു ഹയർ ഡിഗ്രി ടെമ്പറേച്ചേഴ്സ് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് നമ്മൾ അതിന്റെ തൊലി ഉരിഞ്ഞെടുക്കുന്ന പരിപാടി, അതിനാണ് പീലിംഗ് ബൈ ഹീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് സ്റ്റീം യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ബോയിലിംഗ് വാട്ടർ യൂസ് ചെയ്യാം. നമ്മുടെ സ്വീറ്റ് പൊട്ടേറ്റോ, ബനാന ഒക്കെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ പീലിംഗ് ബൈ ഹീറ്റ് ആണ് ചെയ്യാറ്. പിന്നെയുള്ളതാണ് ലൈറ്റ് പീലിംഗ്. ലൈറ്റ് പീലിംഗിൽ നമുക്ക് കോസ്റ്റിക് സോഡ അല്ലെങ്കിൽ ലൈറ്റ് സൊല്യൂഷൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന്റെ കോൺസെൻട്രേഷൻ നിങ്ങൾ ഇപ്പൊ തൽക്കാലം പഠിക്കേണ്ട,
1 to 2% for 0.5 to 2 minutes എന്നുള്ളതാണ്. പക്ഷെ PSC പോയിന്റ് ഓഫ് വ്യൂല് ചിലപ്പോൾ ആൻസേഴ്സിൽ വ്യത്യാസം വരാറുണ്ട്. PSC ചിലപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആൻസർ ഒന്നും അല്ല PSC കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഡൗട്ട് ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടെ മാർക്ക് ചെയ്ത് വെച്ചത്. സോ ദെൻ ഉള്ളതാണ് പ്ലെയിൻ പീലിംഗ്. പ്ലെയിൻ പീലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മളൊരു റോട്ടറി പ്ലെയിൻ പീലേഴ്സിന് സബ്ജക്ട് ചെയ്തിട്ട് ഒരു 1000 ഡിഗ്രി സെൽഷ്യസ് അത്രയും ഹൈ ടെമ്പറേച്ചർ ഒരു 1 മിനിറ്റിന് ഈ ഒരു ഫുഡിനെ നമ്മൾ സബ്ജക്ട് ചെയ്യാണ് ചെയ്യുന്നത്. സാധാരണയായിട്ട് ഗാർലിക്കിനും ഒനിയനും ഒക്കെയാണ് നമ്മൾ പ്ലെയിൻ പീലിംഗ് ചെയ്യാറുള്ളത്. സോ അത്രയുമാണ് ടൈപ്സ് ഓഫ് പീലിംഗ് ഉള്ളത്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. വിച്ച് വെജിറ്റബിൾ ഇസ് റിച്ച് സോഴ്സ് ഓഫ് നിയാസിൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്പിനച്ച് ആണോ, കൗപ്പി ആണോ, റാഡിഷ് ആണോ, സ്വീറ്റ് പൊട്ടാറ്റോ ആണോ? ഏതാണ്? അറിയില്ല മാം. പറഞ്ഞാൽ ഏത് വൈറ്റമിൻ ആണെന്ന് അറിയോ? B3 ആണോ മാം? B3 ആണ് നിയാസിൻ എന്ന് പറയുന്നത്. നിയാസിൻ റിച്ച് സോഴ്സ് ആയിട്ടുള്ള വെജിറ്റബിൾ എന്ന് പറയുന്നത് റാഡിഷ് ആണ് കേട്ടോ. വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ വാട്ടർ സോളിബിൾ വൈറ്റമിൻ. വാട്ടർ സോളിബിൾ വൈറ്റമിൻസ് ഏതൊക്കെയാണെന്നറിയോ? ADEK ഫാറ്റ് സോളിബിൾ ആണ്. ബാക്കിയുള്ള വൈറ്റമിൻസ് ഒക്കെ എന്താണ് അപ്പം വാട്ടർ സോളിബിൾ ആണ്. നിങ്ങൾ ഈ ഒരു കോഡ് പഠിച്ചാൽ മതി. കേടാന്നുള്ള ഒരു കോഡ് എന്തെങ്കിലും പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഫാറ്റ് നമ്മളെ ബോഡിക്ക് കേടാണെന്ന് നമ്മൾ എപ്പോഴും പറയാറില്ലേ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ പഠിച്ചു വെക്കുക. ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ളത് എന്താണ്? കേട, KEDA. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ, അപ്പൊ മാറിപ്പോകില്ല. അപ്പം ബാക്കി ഡിയും സിയും ആണ് വാട്ടർ സോളിബിൾ. ഓക്കെ, അപ്പൊ വൈറ്റമിൻ B3 എന്ന് പറയുന്നതാണ് നിയാസിൻ. അതൊരു വാട്ടർ സോളിബിൾ വൈറ്റമിൻ ആണ്. അതിന് നമ്മൾ പെല്ലാഗ്ര പ്രിവെന്റിംഗ് ഫാക്ടർ, അതിന്റെ ഡെഫിഷ്യൻസി ഉണ്ടാക്കുന്ന ഡിസീസ് ആണ് പെല്ലാഗ്ര എന്ന് പറയുന്നത്. സോ വൈറ്റമിൻ B3 അല്ലെങ്കിൽ നിയാസിൻ പെല്ലാഗ്ര പ്രിവെന്റിംഗ് ആയിട്ടുള്ള ഫാക്ടർ ആണ്. ഓക്കെ, അത് റിച്ച് ആയിട്ടുള്ള ഒരു ഫുഡ്സിന്റെ ബാക്കി എക്സാമ്പിൾസ് കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ആൽമണ്ട്സ്, ട്യൂണ, മഷ്റൂംസ്, ബാർലി, ടർക്കി, പീനട്സ്, ബ്രൗൺ റൈസ്, സാൽമൺ. ഇതൊക്കെയാണ് വൈറ്റമിൻ B3 റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് എന്ന് പറയുന്നത്. അതിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് pyridine 3 carboxylic acid ആണ്. Vitamin B3 is an odorless white crystalline compound. It is stable to heat and acid. ഇത്രയും എക്സ്ട്രാ പോയിന്റ്സ് കൂടി ഒന്ന് മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ട്രീറ്റ്മെന്റ് ഓഫ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ബൈ സ്ലൈറ്റ് ടെമ്പറേച്ചർ ഫോർ സ്മോൾ ടൈം. ഏതാണ്? സ്റ്റെറിലൈസേഷൻ, ബ്ലാഞ്ചിങ്, പാസ്ചറൈസേഷൻ, നൺ ഓഫ് ദീസ്. ബ്ലാഞ്ചിങ്. വെരി ഗുഡ്. നമുക്ക് അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലാഞ്ചിങ്ങിന്റെ പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാ? ബ്ലാഞ്ചിങ്ങിനെ പറ്റി എന്തൊക്കെ അറിയാം? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബ്ലാഞ്ചിങ് പിന്നെ ചെയ്യുന്നത്? എന്താണ്? കാനിങ്ങിലല്ലേ? കാനിങ്ങിൽ നമുക്ക് കാനിങ്ങിൽ ചെയ്യാം ബ്ലാഞ്ചിങ്, ഫ്രീസിംഗിൽ ചെയ്യാം ബ്ലാഞ്ചിങ്, ഡ്രൈയിങ് ചെയ്യുമ്പോഴും ചെയ്യാം ബ്ലാഞ്ചിങ്. അപ്പം ഒറ്റ നമ്മൾ കാനിങ്ങിലേക്ക് മാത്രം ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ അല്ല. ഫ്രീസിംഗിലും ഡ്രൈയിങ്ങിലും ഒക്കെ ചെയ്യുന്ന ഒരു യൂണിറ്റ് ഓപ്പറേഷൻ ആണ് ബ്ലാഞ്ചിങ് എന്ന് പറയുന്നത്. ഓക്കെ, ബ്ലാഞ്ചിങ്ങിന്റെ മെയിൻ പർപ്പസ് എന്താണ്? എൻസൈംസ് എന്താണ് സംഭവിക്കുന്നത് ബ്ലാഞ്ച് ചെയ്യുമ്പോൾ? ഇനാക്ടിവേറ്റഡ് ആയി പോകും. ഓക്കെ, ബ്ലാഞ്ചിങ് ചെയ്തുകൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാം? ഇനാക്ടിവേഷൻ ഓഫ് എൻസൈംസ് ഉണ്ട്. നമുക്ക് അതിന്റെ കളർ, ന്യൂട്രീഷൻ പ്രിസർവ് ചെയ്യാം. പിന്നെന്താ പറയാ, ടെക്സ്ചർ മോഡിഫൈ ചെയ്യാം. ഏതെങ്കിലും ട്രാപ്ഡ് എയർ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാം. പിന്നെ മൈക്രോബിയൽ ലോഡ് കുറയ്ക്കാം. അങ്ങനെ കുറെ അഡ്വാൻറ്റേജസ് ഉണ്ട് ബ്ലാഞ്ചിങ്ങിന്. ഓക്കെ, സോ ദ ട്രീറ്റ്മെന്റ് ഓഫ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ ബൈ സ്ലൈറ്റ് ടെമ്പറേച്ചർ ഫോർ സ്മോൾ ടൈം എന്ന് പറയുന്നത് ബ്ലാഞ്ചിങ് ആണ്. സ്റ്റെറിലൈസേഷനിൽ എന്താണ്? ഹൈ ടെമ്പറേച്ചർ ആണ് അല്ലെ. അതുപോലെ പാസ്ചറൈസേഷനിലും കമ്പാരിറ്റീവ്ലി ഹൈ ടെമ്പറേച്ചർ ആണ്. സ്റ്റെറിലൈസേഷൻ അത്ര തന്നെ ഇല്ലെങ്കിലും പാസ്ചറൈസേഷനിലും ഹൈ ടെമ്പറേച്ചർ ആണ്. കംപ്ലീറ്റ് മൈക്രോബിയൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത് സ്റ്റെറിലൈസേഷൻ ആണ്. പാത്തോജനിക് മൈക്രോബിയൽ ഡിസ്ട്രക്ഷൻ ഉണ്ടാകുന്നത് പാസ്ചറൈസേഷൻ ആണ്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. സാധാരണയായിട്ട് ബ്ലാഞ്ചിങ് നമ്മൾ ചെയ്യൊരു 85 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലൊക്കെയാണ്. ദെൻ പല ടൈപ്പ് ഓഫ് ബ്ലാഞ്ചിങ് ഉണ്ട്. വാട്ടർ. ഓക്കെ, ബ്ലാഞ്ചിങ് ഇസ് എ പ്രോസസ് ബൈ വിച്ച് foods, usually fruits and vegetables, are briefly submerged in boiling water. Boiling water തന്നെ ആവണമെന്നില്ല, സ്റ്റീമിലും ചെയ്യാം. സ്റ്റീം ബ്ലാഞ്ചിങ് ഉണ്ട്. And then it is immediately cooled to stop further cooking. The technique that deactivate enzymes that can affect the flavor, color, texture of produce, allowing it to be stored in peak condition. Okay, നമുക്ക് വാട്ടർ ബ്ലാഞ്ചിങ് ഉണ്ടെങ്കിൽ അതിൽ ഹോട്ട് വാട്ടർ ഒരു 70 to 100 ഡിഗ്രി സെൽഷ്യസിലുള്ള ഹോട്ട് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റീം ബ്ലാഞ്ചിങ്ങിലുണ്ട്, അവിടെ അഗെയിൻ 100 ഡിഗ്രി സെൽഷ്യസിലുള്ള സ്റ്റീം ഇൻജെക്ട് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ മൈക്രോവേവ് ബ്ലാഞ്ചിങ് ഉണ്ട്, ഗ്യാസ് ബ്ലാഞ്ചിങ് ഉണ്ട്. അങ്ങനത്തെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം.
പ്രിസർവേറ്റീവ് യൂസ്ഡ് ഇൻ ടൊമാറ്റോ കെച്ചപ്പ്. ടൊമാറ്റോ കെച്ചപ്പിൽ ഏത് പ്രിസർവേറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്? സോഡിയം ബെൻസോയേറ്റ്, SO2, ബോത്ത്, നൺ. സോഡിയം ബെൻസോയേറ്റ്. യെസ്, സോഡിയം ബെൻസോയേറ്റ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് വൺ, യെല്ലോ പിഗ്മെന്റ് ഇൻ പപ്പായ. സാന്തോഫിൽസ്. സാന്തോഫിൽ ആണോ? കാരിക്കാസാന്തിൻ ആണ് കേട്ടോ. സാന്തോഫിൽ മാത്രമല്ല കെരോട്ടിനും കൂടി ഉണ്ട്. യെല്ലോ കളർ വരുന്നത് കെരോട്ടിനും സാന്തോഫിൽ രണ്ടും കൂടെ കൂടിയിട്ടാണ്. അപ്പൊ നമ്മൾ അതിനെ കോമ്പിനേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കാരിക്കാസാന്തിൻ, വിച്ച് ഇസ് പ്രസന്റ് ഇൻ ദ ക്രോമോപ്ലാസ്റ്റ് ഓഫ് ഫ്രൂട്ട് പൾപ്പ്. ഓക്കെ, സാന്തോഫിൽ നിന്ന് മാത്രമാണ് ഓപ്ഷനിലുള്ളത്. നമ്മുടെ കെരോട്ടിൻ ഇല്ലാന്നുണ്ടെങ്കിൽ സാന്തോഫിൽ മാർക്ക് ചെയ്യാം, അല്ലെങ്കിൽ കെരോട്ടിൻ മാത്രമാണുള്ളത് സാന്തോഫിൽ ഇല്ലെങ്കിൽ അത് മാർക്ക് ചെയ്യാം. പക്ഷെ അത് രണ്ടും ഉണ്ട്, കാരിക്കാസാന്തിൻ ഉണ്ടെങ്കിൽ അത് മാർക്ക് ചെയ്യാം. ഇനിയിപ്പോ ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ അതനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് മാർക്ക് ചെയ്യാം കേട്ടോ. ഇതൊന്നുമില്ല, വെറും കെരോട്ടിൻ മാത്രമേ ഉള്ളൂവെങ്കിൽ അത് മാർക്ക് ചെയ്യാം. കാരിക്കാസാന്തിൻ ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് അത് തന്നെ മാർക്ക് ചെയ്യാം. കെരോട്ടിനും സാന്തോഫിനും നോക്കേണ്ട കാര്യമില്ല, കാരിക്കാസാന്തിൻ തന്നെ മാർക്ക് ചെയ്യാം. ഓക്കെ, യൂഷ്വലി കാരിക്കാസാന്തിൻ തന്നെ തരും. ഓക്കെ, ഒരുമാതിരിപ്പെട്ട എല്ലാ വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലുള്ള പിഗ്മെന്റ് പഠിക്കുക. ടൊമാറ്റോയിൽ എന്താണ്, പപ്പായയിൽ എന്താണ്, വാട്ടർമെലണിൽ എന്താണ്. അപ്പം ഈ ഒരു ക്വസ്റ്റൻ ആഡ് ചെയ്തുകൊണ്ട് മാത്രം പഠിച്ചു പോയത്, ഇതിന്റെ റിലേറ്റഡ് ഏരിയാസും കൂടെ നിങ്ങൾ നോക്കി പോവാ. ടൊമാറ്റോയിലുള്ളത് എന്താണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ഏതായാലും പറഞ്ഞു. ടൊമാറ്റോയുടെ റെഡ് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണ്? ടൊമാറ്റോ. ഏതാണ്? ലൈക്കോപ്പീൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. സോ അതുപോലെ നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും എടുത്തിട്ട് അതിലെ പിഗ്മെന്റ്സ് ഒക്കെ പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി നോക്കിയ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഫ്രൂട്ട് for making jelly should be rich in pectin and acid, acid and protein, protein and sugar, sugar and acids. ഏതാണ്? പെക്റ്റിൻ ആൻഡ് ആസിഡ്. യെസ്, വെരി ഗുഡ്. നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു കാര്യമാണ്. അപ്പൊ പെക്റ്റിൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മളെ നേരത്തെ പറഞ്ഞു, ഗോവ, ആപ്പിൾ ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അത് കൂടാതെ പ്ലം, കരോണ്ട, വുഡ് ആപ്പിൾ, പപ്പായ, ജാക്ക് ഫ്രൂട്ട്, ഇതിലൊക്കെ നല്ല സോഴ്സ് ഓഫ് പെക്റ്റിൻ ആണ്. സോ ഇറ്റ് ഇസ് വെരി മച്ച് യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ജെല്ലി. ഈ ഒരു ഓപ്ഷനിൽ തന്നെ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ എപ്പോഴും ഓർക്കുക ഗോവയിലാണ് ഏറ്റവും കൂടുതൽ പെക്റ്റിൻ ഉള്ളത് എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ കാനിങ്ങിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എക്സോസ്റ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് കാൻഡ് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ എത്രയാണ്? 80 to 82, 90 to 92, 100 to 102, 110 to 112. കാനിങ് PSCക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആണ് കാനിങ്. നമുക്ക് അവിടെ എന്തായാലും ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാം. കാനിങ് നന്നായിട്ട് തന്നെ പഠിക്കാം. എക്സോസ്റ്റിംഗ് എന്തിനാണ്, ഓരോ സ്റ്റെപ്പ്, ഇതിൽ വരുന്ന ഓരോരോ സ്റ്റെപ്പ്, നമ്മുടെ കാനിങ്ങിന്റെ ഒരു ഫ്ലോ ചാർട്ട് ഉണ്ട്. അപ്പൊ അതിൽ ഓരോരോ സ്റ്റെപ്പ് നിങ്ങൾ പഠിച്ചു പോവാ. നമ്മള് സെലക്ഷൻ, സോർട്ടിംഗ് ആൻഡ് ഗ്രേഡിംഗ്, വാഷിംഗ്, പീലിംഗ്, അതുപോലെ ബ്ലാഞ്ചിങ്, ക്യാൻ ഫില്ലിംഗ്, പിന്നെ ക്യാൻ ഫില്ലിംഗ് കഴിഞ്ഞാൽ സിറപ്പിംഗ് അല്ലെങ്കിൽ ബ്രൈനിങ്, ലിഡിംഗ്, എക്സോസ്റ്റിംഗ്, സീലിംഗ്, സ്റ്റെറിലൈസേഷൻ, വാഷിംഗ് ആൻഡ് കൂളിംഗ്, പിന്നെ എന്താ സ്റ്റോറേജ്, ലേബലിംഗ്, സ്റ്റോറേജ്. അപ്പൊ ആ ഒരു ഫ്ലോ ചാർട്ട് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കാം. ഓക്കെ, സോ ഇതില് എക്സോസ്റ്റിംഗ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഇപ്പൊ ചോദിച്ചിരിക്കുന്നത്. എക്സോസ്റ്റിംഗ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്? കാനിങ്ങിൽ എക്സോസ്റ്റിംഗ് എന്തിനാണ് നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ക്യാൻ ചെയ്തിട്ട് ഗ്യാസ്, അതിലുള്ള ഗ്യാസ് പുറത്തേക്ക് കളയാൻ വേണ്ടി. അതെ, എക്സ്പെല്ലിംഗ് ഓഫ് ഓൾ ദി ഗ്യാസസ്. നമ്മൾ എക്സോസ്റ്റിംഗ് ചെയ്യുന്നത് അതിലുള്ള ഗ്യാസസിനെ എക്സ്പെൽ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രൊസീജിയർ ആണ് എക്സോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സോസ്റ്റിംഗ് ചെയ്യുന്നതിലൂടെ നമുക്ക് കൊറോഷൻ കുറയ്ക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ഡിസ്കളറേഷൻ ഓഫ് ദി പ്രൊഡക്റ്റ് കുറയ്ക്കാൻ വേണ്ടി പറ്റും. സോ എക്സോസ്റ്റിംഗ് നമ്മൾ ചെയ്യുന്ന ഒരു കണ്ടീഷൻ എന്ന് പറയുന്നതാണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. എത്രയാണ് അതിന്റെ ഒരു ടെമ്പറേച്ചർ ഓർമ്മയുണ്ടോ? 80 to 82 ആണോ മാം? വെരി ഗുഡ്, 80 to 82 ആണ്. ഓക്കെ, ചില ബുക്സിൽ 85, 87 എന്നൊക്കെ കാണാം. 80 to 82 നമ്മൾ ആ റേഞ്ച് പഠിക്കുക. 80 to 82 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ എക്സോസ്റ്റിംഗ് ചെയ്യുന്നത്. ഫോർ എ പീരിയഡ് ഓഫ് 5 to 25 മിനിറ്റ്സ് എന്നൊക്കെയാണ് സാധാരണയായിട്ട് ടെക്സ്റ്റ് ബുക്സിൽ കാണാറ്. സോ നിങ്ങൾ ആ ഒരു റേഞ്ചസ് കറക്റ്റ് ആയിട്ട് നോക്കി പഠിക്കുക. 82 ഇല്ല 85 ഒക്കെ ആണെങ്കിലും അത് മാർക്ക് ചെയ്യുക. 82 to 85. ഓക്കെ, 80 to 85 എന്നൊരു റേഞ്ച് പഠിച്ചു വെക്കുക. ഓക്കെ, സോ ഇവിടെ ജനറൽ ആയിട്ടൊരു വലിയ റേഞ്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഇത്രയും ഒരു വലിയ റേഞ്ച് ഒന്നും തരാൻ ചാൻസ് ഇല്ല. ഫ്രൂട്ട് ക്യാൻസ് ആർ എക്സോസ്റ്റഡ് ടു range of 82 to 100 degrees Celsius for 7 to 10 minutes or until temperature at the center of the can reaches 74 degrees Celsius. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാനിങ്ങിൽ സെന്റർ ഓഫ് ദി കാനിലുള്ള ടെമ്പറേച്ചർ 74 degrees Celsius ആണ്. Okay, vegetable cans can be exhausted at 90 to 100 degrees Celsius for 7 to 10 minutes or until the temperature at the center of the can reaches 77. Okay, എന്തിന്റെ കാര്യം പറയുന്നത്? വെജിറ്റബിൾസിന്റെ കാര്യമാണ് പറയുന്നത്. 77 degrees Celsius സെൻട്രൽ ടെമ്പറേച്ചർ. ഫ്രൂട്ട്സിന്റെ കേസിൽ സെൻട്രൽ ടെമ്പറേച്ചർ 74 degrees Celsius.
Proper exhausting reduces the strain on the seam of the can. Next, non-carbonated stimulating beverage. ഈ പറയുന്ന ഓപ്ഷൻസിൽ ഏതാണ് നോൺ കാർബണേറ്റഡ് സ്റ്റിമുലേറ്റിംഗ് ബിവറേജ്? നെക്ടർ, ടീ ആൻഡ് കോഫി, മിൽക്ക്, മീൽ. ഇതിൽ ഏതാണ്? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഓപ്ഷൻ ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. മിൽക്ക് ആണോ മാം? മിൽക്ക് ബിവറേജ് ആണോ? മിൽക്ക് ഒരു ബിവറേജ് അല്ല. ഓക്കെ, ടീ ആൻഡ് കോഫി ആണ് ഈ പറയുന്നത് ബിവറേജ്. ടീയിലും കോഫിയിലും കാർബൺ ഉണ്ടോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ അല്ലേ? ഒന്ന് ഓപ്ഷൻ നന്നായിട്ട് നോക്കിയാൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാം. മിൽക്ക് നമുക്കറിയാം ഒരു സ്റ്റിമുലേറ്റിംഗ് ബിവറേജ് അല്ല. ടീ ആൻഡ് കോഫി ആണ് സ്റ്റിമുലേറ്റിംഗ് ബിവറേജ്, അത് നോൺ കാർബണേറ്റഡ് ആണ്. ഓക്കെ, നെക്ടറും ബിവറേജ് ആണ്, പക്ഷെ അതും ചില ബുക്സിൽ മാറ്റി പറയാറുണ്ട്. ഓക്കെ, നിങ്ങൾ ടീ ആൻഡ് കോഫി ആണ് നോൺ കാർബണേറ്റഡ് സ്റ്റിമുലേറ്റിംഗ് ബിവറേജ് എന്ന് ഓർക്കുക. നെക്ടർ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതെന്താണ് മാം? നിങ്ങൾ അത് ക്ലാസ് കിട്ടിയിട്ടില്ലേ നെക്ടറിന്റെ? ഞാൻ ലാസ്റ്റ് ആണ് മാം അത് ജോയിൻ ചെയ്ത്. സ്ക്വാഷ്, കോർഡിയൽ, നെക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സിലബസിലുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിപ്പോ തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സ്ക്വാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട് പൾപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്നതാണ്. അതിലെന്താ നമ്മൾ ക്ലാരിഫിക്കേഷൻ ഒന്നും ചെയ്യാതെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ് ഫ്രൂട്ട് സ്ക്വാഷ് എന്ന് പറയുന്നത്. ആൻഡ് അതുപോലെ തന്നെ നമ്മളത് സെർവ് ചെയ്യുന്നതിന് മുന്നേ ഡൈല്യൂട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആണ് സ്ക്വാഷ് എന്ന് പറയുന്നത്. നമ്മൾ നോർമലി വീട്ടിലൊക്കെ ഉണ്ടാവാറില്ല സ്ക്വാഷ്. നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക? നമ്മൾ കുറച്ചെടുക്കും, നമ്മളത് വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അത് ഫ്രൂട്ട് പൾപ്പ് അല്ലെങ്കിൽ ഫ്രൂട്ട് ജ്യൂസ് ഉണ്ടാക്കുന്ന ക്ലാരിഫിക്കേഷൻ ആവശ്യമില്ലാത്തൊരു പ്രൊഡക്റ്റ് ആണ് ഫ്രൂട്ട് സ്ക്വാഷ് എന്ന് പറയുന്നത്. ഫ്രൂട്ട് കോർഡിയൽ എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. ഫ്രൂട്ട് കോർഡിയൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് മാത്രം ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. അവിടെ പൾപ്പൊന്നും യൂസ് ചെയ്യുന്നില്ല, നേരെ നമ്മൾ ജ്യൂസ് മാത്രമേ യൂസ് ചെയ്യുള്ളൂ. മാത്രമല്ല അത് ക്ലാരിഫൈഡ് കൂടിയാണ്. ഓക്കെ, അഗെയിൻ കോർഡിയലും നമ്മൾ യൂസ് ചെയ്യുന്നതിന്റെ മുന്നേ ഡൈല്യൂട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കോർഡിയൽ എന്ന് പറയുന്നത്. പിന്നെയുള്ളതാണ് ഫ്രൂട്ട് നെക്ടർ എന്ന് പറയുന്നത്. ഫ്രൂട്ട് നെക്ടർ എന്ന് പറഞ്ഞാൽ സ്ക്വാഷിനായിട്ട് വളരെ സിമിലർ ആണ്, പക്ഷെ അതിൽ ഫ്രൂട്ട് കണ്ടന്റിലാണ് ഡിഫറൻസ് വരുന്നത്. ഫ്രൂട്ട് കണ്ടന്റ് നമ്മുടെ സ്ക്വാഷിന്റെ കേസിൽ ഒരു 25% ഒക്കെയാണ്. നെക്ടറിന്റെ കേസിലാകുമ്പോൾ 20 to 40% ആണ് ഫ്രൂട്ട് നെക്ടറിൽ വരുന്ന ഫ്രൂട്ട് കണ്ടന്റ് എന്ന് പറയുന്നത്. സോ അങ്ങനെ കുറെ കാര്യങ്ങൾ, അതിന്റെ ബ്രിക്സ് കണ്ടന്റ്, ഫ്രൂട്ട് കണ്ടന്റ്, ഡൈല്യൂട്ട് ചെയ്യുന്നതും ചെയ്യാത്തതും, അതുപോലെ പ്രിസർവേറ്റീവ് കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു കുറച്ച് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ്. സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്, കുറച്ച് പഠിക്കാനുണ്ടെന്നേ ഉള്ളൂ. അപ്പൊ അതൊന്ന് നോക്കിയാൽ മതി. ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതിൽ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല, വളരെ സിമ്പിൾ ആയി നമ്മൾ വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. അത് വറീഡ് ആവണ്ട, ക്ലാസ് കിട്ടിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് റെക്കോർഡഡ് ക്ലാസ് കേട്ടാൽ തന്നെ മനസ്സിലാവുന്ന ഒരു കാര്യം ഉണ്ടാവുള്ളൂ. അതുപോലെ ബിവറേജസിന്റെ ക്ലാസിഫിക്കേഷൻ ഒരു ടേബിളും കാര്യമൊക്കെ ഉണ്ട്, അതും കൂടെ ഒന്ന് നോക്കി പോവാ. നമ്മുടെ ആൽക്കഹോളിക് ബിവറേജസ്, നോൺ ആൽക്കഹോളിക് ബിവറേജസ്, നോൺ ആൽക്കഹോളിക് തന്നെ കാർബണേറ്റഡ് ഉണ്ട്, നോൺ കാർബണേറ്റഡ് ഉണ്ട്, ഫ്രൂട്ട് ബേസ്ഡ് ആയിട്ടുള്ളതുണ്ട്, ഗ്രെയിൻ ബേസ്ഡ് ആയിട്ടുള്ള ആൽക്കഹോൾസ് ഉണ്ട്. അപ്പൊ ആ ഒരു ക്ലാസിഫിക്കേഷൻ സിമ്പിൾ ആയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ്, കോംപ്ലിക്കേറ്റ് ആയിട്ട് ഒന്നും അതില്ല. ആ ഒരു ടേബിൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അതിൽ നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മിൽക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടി തരും. അപ്പൊ മിൽക്ക് ഒന്നും ബിവറേജ് അല്ല എന്നുള്ളത് ഓർക്കുക. ഓക്കെ, ബിവറേജ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? നമ്മുടെ ഫ്രൂട്ട് ജ്യൂസ് എന്ന് പറയുന്നത് ഒരു ബിവറേജ് ആണ്, ഫ്രൂട്ട് നെക്ടർ ബിവറേജ് ആണ്. ഈ ഒരു ഇതില് നിങ്ങൾക്ക് വേണമെങ്കിൽ നെക്ടർ എന്നുള്ളൊരു ഓപ്ഷൻ ശരിക്കും പറഞ്ഞാല് കറക്റ്റ് ആണ്, പക്ഷെ സ്റ്റിമുലേറ്റിംഗ് ഉള്ളൊരു ഇത് വന്നതുകൊണ്ടാണ് അവിടെ നമ്മൾ നെക്ടർ ആൻസർ ചെയ്യാത്തത്. അല്ലാതെ നമ്മളോട് ഇപ്പൊ നോൺ കാർബണേറ്റഡ് ബിവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്ടർ നമുക്ക് ആൻസർ ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇവിടെ സ്റ്റിമുലേറ്റിംഗ് ബിവറേജ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ടീ ആൻഡ് കോഫി ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇവിടെ എന്തൊക്കെ ഓർക്കണം? മിൽക്ക് എന്ന് പറയുന്നത് ഒരു ബിവറേജ് അല്ല, ടീയും കോഫിയും ബിവറേജ് ആണ്. നോൺ കാർബണേറ്റഡ് ആയിട്ടുള്ള ബിവറേജ് ആണ് ടീയും കോഫിയും. കാർബണേറ്റഡ് ബിവറേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സോഡ അല്ലെങ്കിൽ കൊക്കോകോള, അതൊക്കെയാണ് കാർബണേറ്റഡ്, അതിൽ കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടന്റ് ഉണ്ടാവും. പിന്നെ ഉള്ളത് ആൽക്കഹോളിക് ബിവറേജ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൂട്ട് ബേസ്ഡും ഉണ്ട്, ഗ്രെയിൻ ബേസ്ഡും ഉണ്ട്. നമ്മുടെ ബിയർ, വിസ്കി, ബ്രാൻഡി എന്നൊക്കെ പറയുന്ന സംഭവങ്ങളില്ലേ, അതൊക്കെയാണ് ഈ ആൽക്കഹോളിക് ബിവറേജസ്. അതില് ബിയർ എന്ന് പറഞ്ഞാൽ നോൺ ഡിസ്റ്റിൽഡ് ആണ്, വിസ്കി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഡിസ്റ്റിലേഷൻ ചെയ്യുന്ന പ്രോസസ് ആണ്. അപ്പൊ ആ ഒരു ടേബിൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കുക. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി എമംഗ് ദ ഫ്രൂട്ട്. ഈ പറയുന്നതിൽ ഏതാണ് റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി? നമുക്കറിയാം ലെമണിലും മേയോണിലൊക്കെ വൈറ്റമിൻ സി ഉണ്ട്, പക്ഷെ ഏറ്റവും റിച്ചസ്റ്റ് സോഴ്സ് ഓഫ് വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഏതാണ്? എന്താണ്? ഓപ്ഷൻ ഡി അല്ലേ? ഗോവ അല്ല. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി ഉള്ളത് അംല. ആരോ പറയുന്നുണ്ടോ? അംല. നോ, അല്ല. ബർബഡോസ് ചെറിയാണ്
richest source of vitamin C? Okay. A direct question ആണ്, അങ്ങനെ പഠിച്ചു പോകുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയുള്ളൂ. പിന്നെയുള്ളതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അഗെയിൻ ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഇസ് ആൻ ആന്റി ഹെമറേജിക് വൈറ്റമിൻ? വൈറ്റമിൻ എ, വൈറ്റമിൻ കെ, രണ്ട് വൈറ്റമിൻ കെ ആയിപ്പോയി അല്ലെ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, ഏതാണ്? വൈറ്റമിൻ കെ. യെസ്, വൈറ്റമിൻ കെ ആണ് ആന്റി ഹെമറേജിക് വൈറ്റമിൻ. എന്താണ് ആന്റി ഹെമറേജിക് വൈറ്റമിൻ? നമുക്ക് അതിന്റെ ഡീറ്റെയിൽ നോക്കാം. വൈറ്റമിൻ കെന്റെ മറ്റൊരു പേര് കൂടി നിങ്ങൾ പഠിക്കാം, ഫൈലോക്വിനോൺ ആണ്. It is essential for the production of a type of protein called prothrombin. നമുക്കറിയാം ബ്ലഡ് ക്ലോട്ടിംഗിൽ വരുന്ന ഒരു ഫാക്ടർ ആണ് പ്രോത്രോംബിൻ എന്ന് പറയുന്നത്. It is involved in the blood clotting mechanism. So it is known as anti-hemorrhagic vitamin. നമ്മൾ പ്ലസ് ടുവിൽ തന്നെ പഠിക്കുന്ന ഒരു ടോപ്പിക് ആണ്, ക്വസ്റ്റൻ ആണെന്ന് തോന്നുന്നത്. നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തൊരു ക്വസ്റ്റൻ ആണ്, പ്രോസസ് ഓഫ് റിമൂവൽ ഓഫ് എയർ ഫ്രം ക്യാൻ. നമ്മൾ ക്യാനിങ്ങിലുള്ള ക്വസ്റ്റൻ ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതാണ്? എക്സോസ്റ്റിംഗ്. എക്സോസ്റ്റിംഗ്. സ്കാനിങ്ങിന്റെ മറ്റൊരു പേരാണ് എന്ത്? അപ്പറ്റൈസേഷൻ. Appetization. It is named after which scientist? നിക്കോളാസ് എപ്പേർട്ട്. കേട്ടിട്ടുണ്ടോ? ആ പേരിൽ തന്നെ ഉണ്ട്, നിക്കോളാസ് എപ്പേർട്ട്. ആ ഒരു പേരിന്നാണ് എപ്പറ്റൈസേഷൻ അല്ലെങ്കിൽ എപ്പറ്റൈസിംഗ് ഒക്കെ വന്നത്. നിക്കോളാസ് എപ്പേർട്ടിനാണ്. ഹി ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് സ്കാനിങ്. ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ അതിന്റെ കൂടെ പഠിച്ചെടുക്കുക. ഇവിടെ നമ്മൾ പഠിച്ചത് എക്സോസ്റ്റിങ്ങിനെ പറ്റിയിട്ടാണ്. ഓൾറെഡി നമ്മൾ എക്സോസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്, ഞാൻ ഇനി റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് റെസ്പോൺസിബിൾ ഫോർ സോർനെസ് ഓഫ് റാഡിഷ്? റാഡിഷിന് സാർ ടേസ്റ്റ് ഉണ്ടാവുന്നത് ഏത് കോമ്പണന്റ് എന്നാണ്? ഐസോഥയോസയനിൻ, ആന്തോസയനിൻ, ഓക്സിൻ, ഓൾ ഓഫ് ദീസ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ പിഗ്മെന്റ്സിന്റെ പേര് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്ലേവർ കൊടുക്കുന്ന കോമ്പണൻസ് അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചില്ലിക്ക് പഞ്ചൻസി ഉണ്ടാക്കുന്നത് എന്താണ്? അതുപോലെ ചില്ലി, ഗാർലിക്, ഒനിയൻ, ഇതിലൊക്കെ വരുന്ന പഞ്ചൻസിക്ക് വരുന്ന ഫാക്ടർ. പിങ്ക് കളർ കൊടുക്കുന്നത് എന്താണ്? വാട്ടർമെലന്റെ റെഡ് കളർ എന്താണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, സോ എന്താണ് റാഡിഷിന് സാർനെസ് കൊടുക്കുന്നത്? ഐസോഥയോസയനേറ്റ് ആണ് കേട്ടോ. ഇനി കപ്പാസിറ്റി ഓഫ് റെഫ്രിജറേഷൻ ഇസ് മെഷേർഡ് ഇൻ ദ ടേം ഓഫ് ഗ്രാം, ടൺ, പാസ്കൽ, ലക്സ്. ഏതാണ്? ലക്സ് ആണോ മാം? ലക്സ് അല്ല, ലക്സ് നമ്മുടെ ഇല്ലൂമിനൻസിന്റെ യൂണിറ്റ് ആണ് ലക്സ് എന്ന് പറയുന്നത്. അപ്പൊ ഏതായിരിക്കും? പാസ്കലിന്റെ യൂണിറ്റ്? അതെ, പാസ്കൽ പ്രഷറിന്റെ യൂണിറ്റ് ആണ്. അപ്പൊ നമുക്ക് രണ്ട് ഓപ്ഷൻസേ ഉള്ളൂ, ഗ്രാം, ടൺ. അതിൽ ഗ്രാം എന്തിന്റെ യൂണിറ്റാ? ഗ്രാം. ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കായി ടെക് PSC ഫുഡ് സേഫ്റ്റി ഓഫീസർ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ആദ്യം ജോയിൻ ചെയ്യുന്ന 200 പേർക്ക് വെറും 2999 രൂപയ്ക്ക്. ഇന്ന് വെയിറ്റ് ആൻസർ എന്താണ്? ടൺ. ടൺ ആണ് ആൻസർ. കപ്പാസിറ്റി ഓഫ് റെഫ്രിജറേഷൻ നമ്മൾ പറയുന്നത് ടൺസിലാണ് അല്ലെ. നമ്മളൊരു AC വാങ്ങാൻ പോയി അല്ലെങ്കിൽ ഫ്രിഡ്ജ് ഒക്കെ വാങ്ങാൻ പോയി കഴിഞ്ഞാൽ കേട്ടിട്ടില്ലേ, 1 ടണ്ണിന്റെ അല്ലെങ്കിൽ 1.5 ടണ്ണിന്റെ AC ഇതൊക്കെ പറയുന്നത് കേട്ടില്ലേ, 2 ടണ്ണിന്റെ AC ഇതൊക്കെ പറയുന്നത് കേട്ടില്ലേ. ആ ടൺ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് ടൺസ് എന്ന് പറയുന്നത്. അപ്പം റെഫ്രിജറേഷന്റെ അല്ലെങ്കിൽ കപ്പാസിറ്റി ഓഫ് റെഫ്രിജറേഷന്റെ യൂണിറ്റ് എന്ന് പറയുന്നതാണ് ടൺ എന്ന് പറയുന്നത്. ഓക്കെ, 1 ടൺ എന്ന് പറഞ്ഞാൽ അതിലൊരു ഡെഫിനേഷൻ ഉണ്ട്. ഇറ്റ് ഇസ് ദ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് abstracted to freeze 1 ton of water into 1 ton of ice in a duration of 24 hours at 0 degree Celsius. അതായത് 1 ടൺ വാട്ടറിനെ 1 ടൺ ഓഫ് ഐസ് ആക്കാൻ വേണ്ടിയിട്ട് 24 മണിക്കൂർ 0 ഡിഗ്രി സെൽഷ്യസിൽ നമുക്ക് എത്ര എമൗണ്ട് ഓഫ് ഹീറ്റ് വേണം എന്നുള്ളതിന്റെ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ടൺസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നിങ്ങളിപ്പോ പഠിക്കേണ്ടത് ക്വാണ്ടിറ്റി ഓഫ് റെഫ്രിജറേഷൻ നമ്മൾ മെഷർ ചെയ്യുന്നത് ടൺസിലാണ് എന്നുള്ളതാണ്. ഓക്കെ, പ്രിസർവേറ്റീവ് യൂസ് ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് ടൊമാറ്റോ കെച്ചപ്പ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു തോന്നില്ലേ ക്വസ്റ്റ്യൻ. ഏതാണ് ടൊമാറ്റോ കെച്ചപ്പിൽ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്? സിട്രിക് ആസിഡ്, KMS, സോഡിയം ബെൻസോയിറ്റ്, സോഡിയം ബൈഫോസ്ഫേറ്റ്. സോഡിയം ബെൻസോയിറ്റ്. സോഡിയം ബെൻസോയിറ്റ്. ടൊമാറ്റോ കെച്ചപ്പിൽ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ് സോഡിയം ബെൻസോയിറ്റ് ആണ്. വെരി ഗുഡ്. ദെൻ റിഫ്രാക്ടോമീറ്റർ ഇസ് യൂസ് ടു ഡിറ്റർമൈൻ
The dash minerals, vitamins, acidity, TSS. TSS. TSS, very good. TSS നമ്മൾ മെഷർ ചെയ്ത യൂണിറ്റ് ഏതാണ്? പാർട്സ് പെർ മില്യൺ ആണോ മാം? പാർട്സ് പെർ മില്യൺ ആണ്. കോമൺലി നമ്മൾ റിഫ്രാക്ടോമീറ്റർ യൂസ് ചെയ്തിട്ട്, ഹാൻഡ് റിഫ്രാക്ടോമീറ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് TSS കിട്ടുന്നത് ബ്രിക്സിലാണ്. ഓക്കെ, BRIX, ബ്രിക്സ് കേട്ടോ. ഇതാണ് ഒരു ഹാൻഡ് റിഫ്രാക്ടോമീറ്ററിന്റെ പിക്ചർ. അപ്പൊ നിങ്ങൾ ഇതിന്റെയൊക്കെ പ്രാക്ടിക്കൽ പഠിച്ച സമയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഫ്രൂട്ട് ജ്യൂസ് ഒക്കെ എടുത്തിട്ട് ആ ഒരു കാണുന്ന സ്ലൈഡ് നമ്മൾ ഡ്രോപ്പ് ചെയ്തിട്ട് ലിഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് നമുക്ക് ആ ഒരു റീഡിങ്, ഒരു അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് ആ ഒരു നമ്മൾ ആ പിടിക്കുന്ന ഹാൻഡ് പിടിക്കുന്ന ആ ഒരു ഭാഗത്ത് നമുക്ക് അതിന്റെ റീഡിങ് കിട്ടുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ പ്രാക്ടിക്കൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർമ്മയുണ്ടാവും. അങ്ങനെ നമുക്ക് കിട്ടുന്ന റീഡിങ് ബ്രിക്സിലാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സോ TSS ഇസ് ഡിറ്റർമൈൻഡ് ബൈ മീൻസ് ഓഫ് റിഫ്രാക്ടോമീറ്റർ. ഹാൻഡ് റിഫ്രാക്ടോമീറ്റർ എന്ന് കണ്ടാൽ അതും ആൻസർ തന്നെയാണ്. ഹാൻഡ് റിഫ്രാക്ടോമീറ്റർ എന്നാണ് കോമൺലി പറയാറ്. നമ്മൾ ബ്രിക്സിലാണ് TSS മെഷർ ചെയ്യുന്നത്. ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ്, ഞാൻ അതൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക. എന്തോ പറഞ്ഞു ആരെങ്കിലും? ഇല്ല മാം, പാർട്സ് പെർ മില്യൺ പറയാറുണ്ടോ മാം? TSS പറയുമ്പോഴാണോ? ആ, TSS നമ്മൾ യൂഷ്വലി പറയുന്നത് ബ്രിക്സിൽ തന്നെയാണ്. ഹാൻഡ് റിഫ്രാക്ടോമീറ്ററിൽ ബ്രിക്സിൽ തന്നെയാണ് പറയാറ്. PPM-ലും PPM-ലും മില്ലിഗ്രാംസിലൊക്കെ പറയാം. പക്ഷെ കോമൺലി നമ്മൾ റിഫ്രാക്ടോമീറ്ററിൽ കിട്ടുന്നത് ബ്രിക്സിലാണ്. ഓക്കെ മാം. മില്ലിഗ്രാംസിലും PPM-ലൊക്കെ പറയാറുണ്ട്. ഓക്കെ മാം. Next question. Syrup or brine in can is filled at the temperature of 90 to 100 degrees Celsius, 79 to 82 degrees Celsius, 50 to 70 degrees Celsius, 45 to 53 degrees Celsius. Again, canning വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അറിയാമോ? $45 to $53. 79 to 82 ആണ് കേട്ടോ. 79 to 82 ആണ് നമ്മള് സിറപ്പ് അല്ലെങ്കിൽ ബ്രൈന് ഫില്ല് ചെയ്യുന്ന ടെമ്പറേച്ചർ, ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. യെസ്, സോ അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ഇപ്പൊ സിറപ്പ് അല്ലെങ്കിൽ ബ്രൈന്? സിറപ്പും ബ്രൈനും നമ്മുടെ ഡിഫറൻസ് എന്താണ്? നമ്മൾ ഹോട്ട് ഷുഗർ സിറപ്പ് ആണ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ പഞ്ചസാരയുടെ സൊല്യൂഷൻ ആണെങ്കിലാണ് നമ്മൾ അതിനെ സിറപ്പ് എന്ന് പറയുന്നത്. ബ്രൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? Salt solution. സോൾട്ട് സൊല്യൂഷൻ, NaCl ആണ്. സിറപ്പ് അല്ലെങ്കിൽ നമുക്ക് ബ്രൈൻ വെച്ചിട്ട് ക്യാൻസ് ഫില്ല് ചെയ്യാം. ഹോട്ട് ഷുഗർ സിറപ്പ് ആണെങ്കിൽ നമ്മളൊരു 35 to 55 ഡിഗ്രി 55% ആണ് അതിന്റെ ഒരു കോൺസെൻട്രേഷൻ പറയാറ്. അതുപോലെ തന്നെ ബ്രൈൻ ആണെങ്കിൽ 2 to 10%. ചില കേസുകളിൽ 1 to 2 എന്ന് കാണാം, ചില ബുക്സിൽ 2 to 10 എന്ന് കാണാറുണ്ട്. 2%, ആ ഒരു 2 to 10% ആണ് വെജിറ്റബിൾസിൽ യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ യൂസ് ചെയ്യുന്ന ടെമ്പറേച്ചേഴ്സ് എന്ന് പറയുന്നത് 79 to 82 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഹെഡ് സ്പേസും കൊടുക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 0.3 to 0.5 സെന്റിമീറ്റർ ആണ് നമ്മൾ ഹെഡ് സ്പേസ് കൊടുക്കാറുള്ളത്. ഓക്കെ, then that's all. Next question, simple question ആണ്. Enzymatic browning in apple എന്ത് കാരണമാണ്? ഓക്സിഡേസ് ആണോ, കാറ്റലേസ് ആണോ, പോളിഫീനോൾ ഓക്സിഡേസ് ആണോ, പ്രോട്ടിയേസ് ആണോ? പോളിഫീനോൾ ഓക്സിഡേസ്. പോളിഫീനോൾ ഓക്സിഡേസ്, വെരി ഗുഡ്. പോളിഫീനോൾ ഓക്സിഡേസ് ആണ് ബ്രൗണിംഗ് ഇൻ ആപ്പിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വൈറ്റമിൻ സി ഇസ് കോമൺലി നോൺ ആസ്, അഗൈൻ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. സിട്രിക് ആസിഡ്. Citric acid. സിട്രിക് ആസിഡ്, യെസ്. സോറി, സിട്രിക് ആസിഡ് അല്ല. വൈറ്റമിൻ സി ഇസ് കോമൺലി നോൺ ആസ് സിട്രിക് ആസിഡ്, ascorbic ആസിഡ്. ഓക്കെ, തെറ്റിപ്പോയത് കേട്ടോ. അങ്ങനെ പെട്ടെന്ന് പോയിട്ട് ആദ്യം തന്നെ സിട്രിക് ആസിഡ് ആകുമ്പോൾ ascorbic ആസിഡ് ആണ്. അങ്ങനെ മാറിപ്പോകരുതേ. Then, according to this, tomato has been specialized into. ടൊമാറ്റോന്റെ ക്ലാസിഫിക്കേഷൻ, ടൊമാറ്റോ ഇഷ്ടംപോലെ പഠിക്കാനുള്ള ഒരു ഏരിയ ആണ്. ബിസിന്റെ ക്ലാസിഫിക്കേഷനിൽ ടൊമാറ്റോ എത്രയാണ്, എത്ര ഗ്രേഡ്സ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? 4, 3, 2, 1. എത്രയാണ്? 4 ഗ്രേഡ്സ് ആണ് കേട്ടോ. 4 ഗ്രേഡ് ആയിട്ടാണ് ടൊമാറ്റോ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് അക്കോർഡിംഗ് ടു ബിസ്റ്റ്. ഏതൊക്കെയാണ് ഗ്രേഡ്സ് എന്നുള്ളത് അറിയോ? സൂപ്പർ എ, സൂപ്പർ, ഫാൻസി, കമേഴ്ഷ്യൽ എന്ന് പറഞ്ഞിട്ടുള്ള 4 ഗ്രേഡ് ആയിട്ടാണ് ബിസ്റ്റ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഗ്രേഡ്സ് ഓഫ് ടൊമാറ്റോ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ബിസ്റ്റിന്റെ ഗ്രേഡ്സും പഠിക്കാനുണ്ട്. അതുപോലെ ഫ്രൂട്ട് വെയിറ്റിന്റെ ബേസിസിലുള്ള ഗ്രേഡിങ്ങും പഠിക്കാനുണ്ട്. ഫ്രൂട്ട് വെയിറ്റിന്റെ ബേസിസിൽ സ്മോൾ, മീഡിയം, ലാർജ് എന്ന് പറഞ്ഞിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്.
ലെസ് ദാൻ 100 gram ആണ് വെയിറ്റ് എങ്കിൽ സ്മോളും, 100 to 250 grams ആണെങ്കിൽ മീഡിയം, ഗ്രേറ്റർ ദാൻ ദാറ്റ് ആണെങ്കിൽ ലാർജ് ആണ് ക്ലാസിഫൈ ചെയ്തത്. ബിസ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് BIS 4 ഗ്രേഡ് ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തത്. സൂപ്പർ എ, സൂപ്പർ, ഫാൻസി, കമേഴ്ഷ്യൽ. അപ്പൊ ഈ പേരുകൾ തന്നിട്ട് ഇതിൽ ഏതാണ് ഏതെങ്കിലും ഒന്ന് മാറ്റി തന്നിട്ട് നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് 4 എണ്ണം കാണുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ ഓപ്ഷൻസ് തരാൻ വളരെ എളുപ്പമാണ്. അപ്പം ഈ 4 എണ്ണം വരുന്ന കാര്യങ്ങൾ പ്രത്യേകം പഠിച്ചു. പ്രശ്നങ്ങളാണെങ്കിലും ഇതുപോലത്തെ പെർസെന്റേജും അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷന്റെ പേരുകളൊക്കെ ആണെങ്കിൽ 4 എണ്ണം കാണുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു പോവുക. ഇവിടെ സൂപ്പർ എ, സൂപ്പർ, ഫാൻസി, കമേഴ്ഷ്യൽ ഇതൊക്കെയാണ് ബിസിന്റെ ക്ലാസിഫിക്കേഷൻ ഓഫ് ടൊമാറ്റോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. മോസ്റ്റ് സൂട്ടബിൾ റേഡിയേഷൻ ഫോർ ഡിസ്ഇൻഫെക്ഷൻ ഓഫ് ഫുഡ്. ഇറേഡിയേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. UV റേസ് ആണോ, ഗാമ റേസ് ആണോ, A റേസ് ആണോ, B റേസ് ആണോ? ഇതാണ് ഇറേഡിയേഷൻ പഠിച്ചതല്ലേ, ഗാമ റേസ് ആണ് കേട്ടോ. G റേസ് എന്ന് പറയുന്നത് ഗാമ റേസ് ആണ്. ഗാമ റേസ് ആണ് നമ്മൾ ഡിസ്ഇൻഫെക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കൊബാൾട്ട് 60 അതുപോലെ സീഷ്യം 137 ഒക്കെയാണ് ഗാമ റേസിന്റെ സോഴ്സ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇറേഡിയേഷനിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ഇറേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കോൾഡ് പാസ്ചറൈസേഷൻ എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ ഗാമ റേസ് കൂടാതെ നമുക്ക് എക്സ്റേസും ഇലക്ട്രോൺസും നമുക്ക് യൂസ് ചെയ്യാം ഇറേഡിയേഷന് വേണ്ടിയിട്ട്. ലോ ഡോസ് ഉണ്ട്, മീഡിയം ഡോസ് ഉണ്ട്, ഹൈ ഡോസ് ഉണ്ട്. അതിൽ തന്നെ കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. റാഡപ്പറ്റൈസേഷൻ, റാഡുറൈസേഷൻ, റാഡിസിഡേഷൻ, സ്പ്രൗട്ട് ഇൻഹിബിഷൻ, അങ്ങനെ കുറെ കാര്യങ്ങൾ ഇറേഡിയേഷനിൽ പഠിക്കാനുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇറേഡിയേഷൻ നോക്കുക. റാഡിയുറ സിമ്പൽ വരുന്നുണ്ട്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറേഡിയേഷനിൽ പഠിച്ചു പോവുക. കൊബാൾട്ട് 60, സീഷ്യം 137 ആണ് ഗാമ റേന്റെ സോഴ്സ് എന്നുള്ള കാര്യം കൂടെ ഓർക്കുക. ദെൻ കോൾഡ് പാസ്ചറൈസേഷൻ ഫുഡ് ഇറേഡിയേഷന്റെ മറ്റൊരു പേരാണ്. ഇതൊക്കെ ഓർത്ത് വെച്ച് പോവുക കേട്ടോ. ഇനി കെഫിർ ഇസ് ഫോമി ആൻഡ് ഫിസി ഇൻ അപ്പിയറൻസ് ഡ്യൂ ടു വാട്ട്? കെഫിർ നമ്മൾ പഠിച്ചതാണ്, ഡയറി പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാണ്. കെഫിർ എന്ന് പറയുന്നത് ഒരു ഫെർമെന്റഡ് മിൽക്ക് ആണ്. കെഫിർ എന്ന് പറയുന്നത് അതില് എന്താണ് കണ്ടന്റ് ആണുള്ളത്? നമുക്ക് അതെ, CO2 ആണ്. നമുക്കിപ്പോ ഈ ക്വസ്റ്റ്യൻ അറിയില്ലെങ്കിലും, കെഫിർ എന്താണെന്ന് അറിയില്ലെങ്കിലും ഈ ക്വസ്റ്റ്യൻ നമുക്ക് ആൻസർ ചെയ്യാം. ഫോമി ആൻഡ് ഫിസി എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം കാർബൺ ഡൈ ഓക്സൈഡ് ആണെന്ന് അല്ലേ. സോ ഈവൻ ഇഫ് യു ഡോണ്ട് നോ വാട്ട് കെഫിർ ഇസ്, നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഓസോൺ ആണെങ്കിലും ഫോമി അപ്പിയറൻസ് ഉണ്ടാവും, പക്ഷെ ഫിസി അപ്പിയറൻസ് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇറ്റ് ഇസ് കാർബൺ ഡൈ ഓക്സൈഡ്. സ്റ്റിൽ എന്താണ് കെഫിർ എന്നൊന്ന് അറിഞ്ഞു വെക്കുക. കെഫിർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ഫെർമെന്റഡ് മിൽക്ക്. ഓക്കെ, നമ്മുടെ ലാക്ടിക് ആസിഡ്, ബാക്ടീരിയ ആൻഡ് മോൾഡിന്റെ കൾച്ചേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ കിട്ടുന്ന ഒരു ഫെർമെന്റഡ് പ്രോഡക്റ്റ് ആണ് കെഫിർ എന്ന് പറയുന്നത്. ഓക്കെ, അത് യോഗർട്ട് ആയിട്ട് വളരെ സിമിലർ ആണ്. യോഗർട്ട് അല്ലെങ്കിൽ മിൽക്ക് ഷേക്ക് ഒക്കെ പോലെ കാണാനിരിക്കുന്നത്. അതൊരു പ്രൊബയോട്ടിക് ഫുഡാണ്. അതൊരു കൾച്ചേർഡ് മിൽക്ക് പ്രൊബയോട്ടിക് ഒക്കെ വേണമെങ്കിൽ അതിനെ വിളിക്കാം. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി പോവാം. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ഓക്കെ, അത്രയേ ഉള്ളൂ കാര്യമായിട്ട് കെഫിർ. എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഡയറിയിലാണ് കുറച്ചും കൂടി കാര്യമായിട്ട് കെഫിറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ മുന്നേ ആരോ ഒരു ഡൗട്ട് ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞ കാര്യമാണ്. ഫ്രൂട്ട് ബിവറേജ് വിച്ച് കണ്ടെയ്ൻ 20% ജ്യൂസ് പൾപ്പ്, 15% TSS ആൻഡ് 0.3% ആസിഡ്. ഈ പറയുന്നതിൽ ഏത് ബിവറേജിലാണ് ഈ കാര്യങ്ങൾ ഉള്ളത് എന്നാണ് ചോദിക്കുന്നത്. സ്ക്വാഷ് ആണോ, കോർഡിയൽ ആണോ, സിറപ്പ് ആണോ, നെക്ടർ ആണോ? ഈ ഒരു രീതിയിലാണ് ഈ പോർഷൻസ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. അപ്പൊ നിങ്ങൾ ആ ഡെഫിനേഷൻ പഠിക്കുക എന്നുള്ളത് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓരോന്നിനും ഉള്ള TSS കണ്ടന്റും അതിലുള്ള ജ്യൂസ് അല്ലെങ്കിൽ പൾപ്പ് എത്രയാന്നുള്ളതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോവാം. ഈ ഒരു ക്വസ്റ്റ്യൻ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്ടറിന്റെ ഡെഫിനേഷൻ അങ്ങനെ തന്നെ പറയുന്ന കാര്യമാണ്. ഇറ്റ് ഇസ് എ ഫ്രൂട്ട് ബിവറേജ് വിച്ച് കണ്ടെയ്ൻ 20% ജ്യൂസ് പൾപ്പ് ആൻഡ് 50% TSS ആൻഡ് 0.3% ആസിഡ്. അതേപോലെ തന്നെ സ്ക്വാഷിന് ഒരു ഡെഫിനേഷൻ ഉണ്ട്, കോർഡിയലിന്റെ ഡെഫിനേഷൻ ഉണ്ട്, സിറപ്പിന്റെ ഡെഫിനേഷൻ ഉണ്ട്. അതൊക്കെ കൃത്യമായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ tannin is responsible for browning and blackness formation in sauce, ketchup and chutney which is found in. ഈ പറയുന്നതിൽ ഏത് കോമ്പണന്റ് ആണ് ടാനിൻ ഉള്ളത്? പിന്നെ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ടാനിൻ ഉണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് നെക്ക് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് കെച്ചപ്സിന്റെയും സോസസിന്റെയും ഒക്കെ ബോട്ടിലിൽ നമുക്ക് കാണാം ബ്രൗൺ അല്ലെങ്കിൽ ബ്ലാക്ക് റിംഗ് ഫോർമേഷൻ കാണാം. അപ്പൊ ഇത് ഉണ്ടാക്കുന്നത് ടാനിൻ എന്ന് പറയുന്ന കോമ്പണന്റ് ആണ്. ടാനിൻ ഈ പറയുന്നത് ഏതിലാണ് ഉള്ളത് എന്നുള്ള കാര്യമാണ്. ഈ ക്വസ്റ്റ്യനിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ബ്ലാക്ക് നെക്ക് ഫോർമേഷൻ എന്നുള്ളൊരു കാര്യം നമ്മുടെ സോസ് കെച്ചപ്സിലൊക്കെ വരുന്ന കാര്യമാണ്. ഏതിലാണുള്ളത്? ക്ലൗഡ്സിലാണോ, റെഡ് ചില്ലിയിലാണോ, കാടമത്തിലാണോ, സിനമണിലാണോ? സിനമൺ ആണോ മാം? ക്ലൗവ് ആണ് ആൻസർ കേട്ടോ. ക്ലൗവിലാണ്. ടാനിൻ എന്ന് പറയുന്നത് ക്ലൗസിൽ ഉണ്ടാകുന്ന, ക്ലൗ ഹെഡിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ടാനിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് റെസ്പോൺസിബിൾ ഫോർ ആസ്ട്രിൻജൻസി, കളർ ആൻഡ് സം ഓഫ് ദ ഫ്ലേവർ ഇൻ ക്ലൗ. As the lower head of clove contain tannin which causes browning and black neck ring formation if whole cloves are used.
ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ഏരിയ ആണ് ബ്ലാക്ക് നെക്ക് ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓർക്കുക, സ്പൈസസിൽ അതായത് നമ്മുടെ ക്ലൗവിലാണ് ഏറ്റവും കൂടുതൽ ടാനിൻ കണ്ടന്റ് ഉള്ളത്. ബ്ലാക്ക് നെക്ക് ഡിഫക്റ്റ് ഉണ്ടാക്കുന്നത് ടാനിൻ ആണ്. ഇറ്റ് ഇസ് മെയിൻലി പ്രസന്റ് ഇൻ സ്പൈസസ്. സ്പൈസസിൽ തന്നെ ക്ലൗവിലാണ് ഏറ്റവും കൂടുതലുള്ളത്. വാട്ട് ഹാപ്പൻസ് നമ്മൾ ഈ ഒരു ടാനിൻ കണ്ടന്റ് നമ്മുടെ കെച്ചപ്പിക്ക് ബോട്ടിൽ കണ്ടിട്ടില്ല, ഒരു അയൺ കൈൻഡ് ഓഫ് ബോട്ടിൽ കണ്ടിട്ടില്ല അതിന്റെ നെക്കില്. അപ്പൊ ഈ ഒരു ടാനിൻ കണ്ടന്റ് ഈ അയൺ ആയിട്ട് കോൺടാക്റ്റിൽ വരുന്ന സമയത്ത് അവിടെ ഫെറസ് ടാനേറ്റ് ഫോം ചെയ്യും. ഈ ഫെറസ് ടാനേറ്റിന്റെ ഓക്സിഡേഷൻ കാരണമാണ് ഫെറിക് ടാനേറ്റ് ഉണ്ടാവും. ഈ ഫെറിക് ടാനേറ്റ് ആണ് ബ്ലാക്ക് കളർ ആയിട്ടുള്ള ഒരു നെക്കിലുള്ള ഇൻഫോർമേഷൻ ഉണ്ടാക്കുന്നത് ഫെറിക് ടാനേറ്റ് ആണ്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ടാനിൻസ് സ്പൈസസിലാണ്, ക്ലൗവിലാണ്. ബ്ലാക്ക് നെക്ക് ഫോർമേഷൻ ഉണ്ടാവുന്നത് കെച്ചപ്പില്. ഈ ഒരു ടാനിനും അയോണും തമ്മിലുള്ള ഒരു കോൺടാക്ട് കാരണം അവിടെ ഓക്സിഡേഷൻ സംഭവിച്ചിട്ട് ഫെറിക് ടാനേറ്റ് ഉണ്ടായിട്ടാണ് ബ്ലാക്ക് നെക്ക് ഫോർമേഷൻ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ബ്ലാക്ക് നെക്ക് ഡിഫക്ട് വരുന്നത്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അയോൺ ലിഡ്സ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ കോപ്പർ യൂട്ടൻസിൽസ് ഒന്നും യൂസ് ചെയ്യാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു ബോട്ടിൽ ക്യാപ്പിനൊക്കെ ഒരു ഇന്നർ ലൈനിങ് കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ കെച്ചപ്പ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ കണ്ടിട്ടില്ലേ, അതിന്റെ ഒരു ലിഡ് എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഇന്നർ ലൈനിങ് കാണാം. അപ്പൊ അത് എന്തിനു വേണ്ടിയാണ് കൊടുക്കുന്നത്? ഈ ഒരു ബ്ലാക്ക് നെക്ക് ഡിഫക്ട് ഇല്ലാണ്ടിരിക്കാനാണ്. അപ്പൊ അതൊക്കെ ഒന്ന് റിലേറ്റ് ചെയ്ത് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Which combination is required to inactivate the pathogen in particular food? വളരെ ഈസി ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈം, ടെമ്പറേച്ചർ, മോയ്സ്ചർ ആൻഡ് ടെമ്പറേച്ചർ, RH ആൻഡ് ടെമ്പറേച്ചർ, RH ആൻഡ് മോയ്സ്ചർ. നമ്മൾ ഡയറി പഠിച്ചപ്പോഴൊക്കെ പഠിച്ചതാണ്. ഏതാണ്? ടൈം ആൻഡ് ടെമ്പറേച്ചർ. ടൈം ആൻഡ് ടെമ്പറേച്ചർ. നമ്മൾ മൈക്രോബിയൽ ഡെത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്ര ടൈം ഇത്ര ടെമ്പറേച്ചർ, പാസ്ചറൈസേഷനും സ്റ്റെറിലൈസേഷനും ഒക്കെ പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ്. സിമ്പിൾ ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ആണ്. ടൈം ആൻഡ് ടെമ്പറേച്ചർ ആണ് ആൻസർ. Which gas is helpful for freezing of food at -196 degrees Celsius? Oxygen, hydrogen, nitrogen, ozone. നൈട്രജൻ. നൈട്രജൻ. ഈ ഒരു ടെക്നിക്കിന് നമ്മൾ പറയുന്ന പേരെന്താണ്? കോൾഡ്. കോൾഡ് ആണ്. ക്രയോജനിക് ഫ്രീസിംഗ്. യെസ്, ക്രയോജനിക് ഫ്രീസിംഗ് ആണ്. നമ്മൾ എക്സ്ട്രീംലി ഫാസ്റ്റ് റേറ്റിൽ ഫുഡ് ഫ്രീസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് ക്രയോജനിക് ഫ്രീസിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ലിക്വിഡ് നൈട്രജൻ ആണ്. നമുക്ക് ഒന്നെങ്കിൽ ലിക്വിഡ് നൈട്രജൻ സ്പ്രേ ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫുഡിനെ ഡയറക്ട്ലി ഇമേഴ്സ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ലിക്വിഡ് നൈട്രജൻ -196 ഡിഗ്രി സെൽഷ്യസിൽ ബോയിൽ ചെയ്യും ആൻഡ് ഇറ്റ് വിൽ എക്സ്ട്രാക്ട് എ ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ്. അപ്പം അങ്ങനെയാണ് ക്രയോജനിക് ഫ്രീസിംഗ് നടക്കുന്നത്. സോ ആ കാര്യങ്ങൾ ക്രയോജനിക് ഫ്രീസിംഗ് പഠിക്കുക. -196 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നോട്ട് ചെയ്യുക. നൈട്രജൻ നോട്ട് ചെയ്ത് വെക്കുക. അറിയാത്തവർ ഇപ്പൊ തന്നെ പഠിക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെമൺ ജ്യൂസ് ആർ ക്ലാസിഫൈഡ് അണ്ടർ ഏതാണ്? ലോ ആസിഡ് ഫുഡ് ആണോ, മീഡിയം ആസിഡ് ഫുഡ് ആണോ, വെരി ലോ ആസിഡ് ഫുഡ് ആണോ, ഹൈ ആസിഡ് ഫുഡ് ആണോ? ലോ ആസിഡ് ആണോ? അല്ല, ഹൈ ആസിഡ് ആണോ? ഹൈ ആസിഡ് ആണ്. pH വാല്യൂ വളരെ ലോ ആണ്, അതുകൊണ്ട് അതൊരു ഹൈ ആസിഡ് ഫുഡ് ആണ്. അതൊക്കെ അങ്ങനെ കൺഫ്യൂഷൻ ആക്കി വേണമെങ്കിൽ ചോദിക്കാം. pH വാല്യൂ ലെമൺ ജ്യൂസിന് വളരെ കുറവാണ്. ഒരു 2ന്റെയും 3ന്റെയും ഇടയിലാണ് ലെമൺ ജ്യൂസിന്റെ pH വരുന്നത്. അതുകൊണ്ട് അതൊരു ഹൈ ആസിഡ് ആണ്. ഓക്കെ, ലെമൺ ജ്യൂസ് ഇസ് എ ഹൈ ആസിഡ് ഫുഡ്. പിന്നെ ഏതൊക്കെയാണ് വേറെ എന്തൊക്കെ അറിയാം? ഹൈ ആസിഡ് ഫുഡിന്റെ മറ്റ് എക്സാമ്പിൾസ് അറിയാം ഏതെങ്കിലും? നമ്മുടെ പിക്കിൾസ് ഹൈ ആസിഡ് ഫുഡ് ആണ് അല്ലെ? ലെമണ്, ലൈമ്, പിക്കിൾസ് അതൊക്കെയാണ് ഹൈ ആസിഡ് ഫുഡ്സ് എന്ന് പറയുന്നത്. പിന്നെ മീഡിയം ആസിഡ് ഫുഡ്സ് ഏതൊക്കെയാണ്? മീറ്റ്, വെജിറ്റബിൾസ്, അതൊക്കെ മീഡിയം ആസിഡ് ആണ്. ലോ ആസിഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്യാരറ്റ്, ലീഫി വെജിറ്റബിൾസ്, അതുപോലെ മിൽക്ക്, എഗ്. ഓക്കെ, മീറ്റും ചില കേസസിൽ മീറ്റിന് ലോ ആസിഡ് ഒക്കെ, മീറ്റിനെ കൂടുതലായിട്ട് ലോ ആസിഡിലാണ് കാണാറുള്ളത്. എഗ്, മീറ്റ് ഒക്കെ ലോ ആസിഡ് ആണ്. സോ ആ ഒരു ക്ലാസിഫിക്കേഷൻ കൂടെ പഠിച്ചു വെക്കുക. മാം, അതിൽ ഫുഡ്സ് എല്ലാം നമ്മള് ഫുള്ള് പഠിക്കണോ, അതോ കാറ്റഗറി ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ് അങ്ങനെ മാത്രം പഠിച്ചാൽ മതിയോ, അതോ ഇത്ര ഫുഡ് ഉണ്ട് അങ്ങനെ ഫുള്ളായിട്ട് പഠിക്കണോ? എക്സാമ്പിൾസ് പഠിക്കുന്നതാണ് നല്ലത്. ജനറലൈസ് ചെയ്ത് നമുക്ക് എല്ലാ ഫ്രൂട്ട്സിനെയും വെജിറ്റബിൾസിനെയും നമുക്ക് ജനറലൈസ് ചെയ്ത് പഠിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്പെസിഫിക് ആയിട്ട് തന്നെ നോക്കുക കേട്ടോ. മീഡിയം ആസിഡ് ഇപ്പൊ ഈ സോസസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടൊമാറ്റോ സൂപ്പ്, ടൊമാറ്റോ സോസ് എന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ മീഡിയം ആസിഡ് ആണ്. അപ്പൊ അതൊക്കെ കുറച്ച് ക്യാച്ചി ആയിട്ടുള്ളതല്ലേ. അതിനൊക്കെ കുറച്ചും കൂടി എന്താ പറയാ ഓർത്തിരുന്ന് സ്ട്രെസ് ചെയ്ത് പഠിക്കാം. ഓക്കെ, നമുക്ക് തന്നെ ഏകദേശം പഠിക്കുമ്പോൾ മനസ്സിലാവൂല്ലേ? കുറെ നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നോക്കി കഴിഞ്ഞ് കുറെ MCQs ഒക്കെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇതിൽ ഏതാണ് ഇമ്പോർട്ടന്റ് എന്നുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് പ്രാക്ടീസിലൂടെ കിട്ടുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ മിൽക്ക്, എഗ്, മീറ്റ് ഇതൊക്കെ കുറച്ച് എന്താ പറയാ ഒരു വ്യത്യാസമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ് അല്ലെ? അല്ലെങ്കിൽ നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഫ്രൂട്ട്സ് കാണാം. നമ്മൾ ക്യാരറ്റ് അല്ലെങ്കിൽ ടൊമാറ്റോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കാര്യമാണ്. ടൊമാറ്റോ ഒക്കെ നമ്മുടെ സിലബസിൽ തന്നെ ഉണ്ട്.
അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യുക. ടൊമാറ്റോ മീഡിയം ആസിഡ് ആണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. സ്വന്തമായിട്ട് നിങ്ങൾക്ക് ആ ഒരു ടാലന്റ് സ്കില്ല് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. സെലക്ട് ചെയ്തിട്ട് PSC എന്ത് ചോദിക്കും എന്നുള്ളത് മനസ്സിലാക്കാനുള്ളത്. നമുക്ക് ഇപ്പൊ സ്കിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ സ്കിപ്പ് ചെയ്യാൻ ശരിക്കും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പൊ നിങ്ങളൊരു ലോജിക്ക് വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു ടാക്ടിക്സ് ഒക്കെ എടുത്തിട്ട് അത് പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞ പോലെ ക്യാരറ്റ്, ടൊമാറ്റോ അങ്ങനത്തെ കാര്യങ്ങൾ ഒക്കെ സ്ട്രെസ് ചെയ്തിട്ട് പഠിച്ചു പോവുക. ബാക്കിയൊക്കെ ജസ്റ്റ് നിങ്ങളുടെ ഓർമ്മയിൽ എന്തെങ്കിലും ഒന്ന് നിൽക്കുന്ന രീതിയിലൊന്നും എന്തെങ്കിലും കോഡൊക്കെ ഉണ്ടാക്കിയിട്ടൊക്കെ പഠിച്ചു പോവുക. ഞാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ മാം. The deterioration of raw vegetable and fruit may result from എന്തെന്നൊക്കെയാണ് ഡിറ്റീരിയോറേഷൻ വരിക? വളരെ സിമ്പിൾ ആണ്. ഫിസിക്കൽ ഫാക്ടർ, എൻസൈമാറ്റിക് ആക്ടിവിറ്റി, മൈക്രോബിയൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ മൈക്രോബിയൽ ആക്ഷൻ, ഓൾ ഓഫ് ദ എബവ്. ഓൾ ഓഫ് ദ എബവ് വളരെ സിമ്പിൾ ആണ്. ഇതെല്ലാം ഡിറ്റീരിയോറേഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഡിസ്കഷൻ ഒന്നും ആവശ്യമില്ല. കുറച്ചുകൂടി എന്താ പറയുക, ലൈറ്റ്, എയർ, സോയിൽ, സ്റ്റോൺ, അങ്ങനെ കുറച്ചുകൂടി ഫാക്ടേഴ്സ് ആ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ്. വിനീഗർ ഫ്രം കോക്കനട്ട് തോടി ഇസ് പ്രിപ്പയർഡ് ബൈ ഈസ്റ്റ്, ബാക്ടീരിയ, ഫെർമെന്റേഷൻ, ഫംഗൈ. വിനീഗർ, നമ്മളെ കോക്കനട്ട് തോടി ഉണ്ടാക്കുന്ന വിനീഗറിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ഫെർമെന്റേഷൻ ആണോ മാം? ഫെർമെന്റേഷൻ ആണ്. വെരി ഗുഡ്, ഫെർമെന്റേഷൻ ആണ്. വിനീഗർ production involves fermentation of sugar 10 to 12% into ethanol by using Saccharomyces cerevisiae yeast. നമുക്ക് ഈ ഓപ്ഷനിൽ ഈസ്റ്റ് തന്നെ തന്നിട്ടുണ്ട്. ശരിക്കും ആ ഒരു ഓപ്ഷൻ വന്നു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ വരാം. എന്നാലും നമുക്ക് ഫെർമെന്റേഷൻ കണ്ടു കഴിഞ്ഞാൽ ഫെർമെന്റേഷൻ ആണ് ആൻസർ. ഫെർമെന്റേഷൻ ഇല്ലെങ്കിൽ മാത്രം ബൈ യൂസിങ് Saccharomyces cerevisiae എന്ന ഓപ്ഷൻ കണ്ടാൽ അത് നമുക്ക് മാർക്ക് ചെയ്യാം. പക്ഷെ ഇവിടെ ഫെർമെന്റേഷൻ ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് അതിനെ മാർക്ക് ചെയ്യാം. And the oxidation of ethanol into acetic acid by using Acetobacter aceti species. ഓക്കെ, ഇവിടെ കൃത്യമായിട്ട് രണ്ടും ഉള്ളതുകൊണ്ട് ഫെർമെന്റേഷൻ തന്നെ മാർക്ക് ചെയ്ത് പോവാ. Then potato variety more suitable for chips making. ഏതാണ്? കുഫ്രി ജ്യോതി, കുഫ്രി നവീൻ, ബർഫി ബാദ്ഷാ, കുഫ്രി ചിപ്സോണ. ആ പേര് തന്നെ ഉണ്ട്, നമുക്ക് സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്യാം അല്ലെ? ചിപ്സ് ഉണ്ടാക്കാൻ ചിപ്സോണയാണ് കേട്ടോ. Chemical used for controlling sprouting of onion during storage. ഏതാണ്? മാലിക് ഹൈഡ്രസൈഡ്, ക്രിസ്റ്റലൈസേഷൻ, പ്രീമെച്യൂർ സെറ്റിംഗ്, മൈക്രോബിയൽ സ്പോയിലിംഗ്. വളരെ സിമ്പിൾ ആയിട്ട് ക്വസ്റ്റൻ ആണ്. ഏതാണ്? അതെ, മാലിക് ഹൈഡ്രസൈഡ് ആണ് നമ്മള് കെമിക്കൽ നമ്മൾ സ്പ്രൗട്ടിംഗ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കെമിക്കൽ എന്ന് പറയുന്നത് MH അല്ലെങ്കിൽ മാലിക് ഹൈഡ്രസൈഡ് ആണ്. ഇറ്റ് ഹസ് ബീൻ സക്സസ്ഫുള്ളി യൂസ് ടു ഇൻഹിബിറ്റ് സ്പ്രൗട്ടിംഗ് ഓഫ് ഒനിയൻ ഡ്യൂറിംഗ് സ്റ്റോറേജ്. ഒരു 2500 ppm നമ്മൾ MH 2 weeks ബിഫോർ ഹാർവെസ്റ്റ് നമ്മൾ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ ഇൻഹിബിറ്റ് സ്പ്രൗട്ടിംഗ് ഡ്യൂറിംഗ് സ്റ്റോറേജ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ക്ലാസ് 1 പ്രിസർവേറ്റീവ്? ക്ലാസ് 1 പ്രിസർവേറ്റീവ് ഏതാണ്? സിൽവർ നൈട്രേറ്റ്, KMS, ഷുഗർ, വിനീഗർ. ഷുഗർ. ആക്ച്വലി വിനീഗറും ഉണ്ട്. ഞാൻ ഈ ഓപ്ഷനിൽ ശരിക്കും മാറ്റി, ഇവിടെ മാറ്റാൻ സ്കിപ്പ് ആയി പോയതാണ്. വിനീഗറും ആക്ച്വലി ക്ലാസ് 1 പ്രിസർവേറ്റീവ് തന്നെയാണ്. ഓക്കെ, ഞാനത് സെക്കൻഡ് സ്ലൈഡിൽ മാറ്റി ഫസ്റ്റത്തേൽ മാറ്റാൻ വേണ്ടി വിട്ടു ഈ ഓപ്ഷന്. ക്ലാസ് 1 പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ സോൾട്ട്, ഷുഗർ, വെജിറ്റബിൾ ഓയിൽ, ഹണി, വുഡ് സ്മോക്ക്. നമ്മൾ നോർമലി വീടുകളിൽ കാണുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ക്ലാസ് 1 പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത്. ക്ലാസ് 2 പ്രിസർവേറ്റീവ് എന്ന് പറയുമ്പോഴാണ് നമ്മൾ മാൻമെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. Then process for prevention or of decay or spoilage of food is called preservation, sanitation. Yes, ഏതാണ്? Preservation. Simple question ആണ്. Then canned vegetable is dipped in brine solution is made from. ഇത് നമ്മൾ പറഞ്ഞതാണ്. brine solution ഏതാണ്? Common salt. Pungency in onion is due to the presence of. ഓപ്ഷൻ ഡി കറക്റ്റ് ആണ്. Li, പ്രൊപ്പൈൽ, ഡൈ, സൾഫൈഡ്. ഐസോതയോസയനേറ്റ് നമ്മൾ എന്തിലാണ് പഠിച്ചത്? എന്തിലുള്ളതാണ്? റാഡിഷ്. വെരി ഗുഡ്. To separate two liquids from their mixture is performed by double distillation column, DOD, spray dryer, centrifuge. Double distillation column അല്ല. നമ്മളിത് ഡയറിയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ക്രീം സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സെൻട്രിഫ്യൂജ് ആണ് ടു സെപ്പറേറ്റ് ടു ലിക്വിഡ്സ് ഫ്രം ദിയർ മിക്സ്ചർ. സെൻട്രിഫ്യൂജില് ആൾക്കാർ നമ്മൾ ഡയറിയിൽ പഠിച്ച പോലെ തന്നെ നമ്മുടെ സ്പെസിഫിക് ഗ്രാവിറ്റിന്റെ ഡിഫറൻസിന്റെ ബേസിലാണ് സെൻട്രിഫ്യൂജില് സെപ്പറേഷൻ വരുന്നത്. അതുപോലെ സ്പ്രേ ഡ്രൈങ് നമ്മൾ ഡയറിയിൽ പഠിച്ച ടോപ്പിക് ആണ്. നമുക്ക് മിൽക്ക് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തതാണ്
സ്പ്രേ ഡ്രയർ. Then seed and okay. Size analysis of flour or powder is done with the help of pulper, grader, sieve shaker, attrition mill. സീവ് ഷേക്കർ ആണോ മാം? Sieve shaker ആണ്, യെസ്. sieve shakerലാണ് നമുക്ക് ഓരോരോ സൈസ് ഫ്രാക്ഷൻസ് ആയിട്ട് കിട്ടുന്നത്. പൾപ്പറും ഗ്രേഡറും അട്രിഷൻ മില്ലൊക്കെ വേറെ കോൺസെപ്റ്റ് ആണ്. മില്ലിംഗിൽ വരുന്നതാണ് അട്രിഷൻ മിൽസ്. ഗ്രേഡർ നമുക്ക് അറിയാം, ഗ്രേഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട്. പൾപ്പറും നമുക്ക് അറിയാം, പൾപ്പിംഗ്. സൈസ് അല്ലെങ്കിൽ വളരെ സിമ്പിൾ ആണ്. സീവ് ഷേക്കർ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് സീവ് അനാലിസിസ് അല്ലെങ്കിൽ സൈസ് അനാലിസിസ് ചെയ്യുന്നത്. പിങ്ക് കളർ ഓഫ് ഒനിയൻ ഏത് കോമ്പണന്റ് ആണ്? ക്വിസർട്ടിൻ, ആന്തോസയനിൻ, കെരോട്ടിൻ, നൺ ഓഫ് ദി അബവ്. ആന്തോസയനിൻ അല്ലല്ലോ, ഏതാണ്? ക്വിസർട്ടിൻ ആണ് കേട്ടോ. ഓക്കെ മാം. Okay. Then potato is the rich source of fat. Starch. Yes, starch. Simple question, direct question. Fruits on the basis of respiration can be classified as. വളരെ important ആയിട്ടുള്ള question ആണ്, വളരെ സിമ്പിൾ ആണ്. ഏതാണ്? ഡി, ഓപ്ഷൻ ഡി. യെസ്, ക്ലൈമാറ്റിക്, നോൺ ക്ലൈമാറ്റിക്. അത് എക്സാമ്പിൾസ് അറിയോ? ക്ലൈമാറ്റിക്കും നോൺ ക്ലൈമാറ്റിക്കിന്റെ ഡിഫറൻസ് എന്താണ്? അതിന്റെ എക്സാമ്പിൾ എന്താണ്? ആർക്കെങ്കിലും പറയാൻ അറിയോ? ഗ്രേപ്സ് വരുന്നത് നോൺ ക്ലൈമാട്രിക് ഫ്രൂട്ടിലാണ്. അവക്കാഡോ ക്ലൈമാട്രിക്. ഓക്കെ, അപ്പൊ ക്ലൈമാറ്റിക് നോൺ ക്ലൈമാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മള് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും റൈപ്പൻ ചെയ്യാൻ പറ്റുന്ന ഫ്രൂട്ട്സിനെയാണ് നമ്മൾ ക്ലൈമാറ്റിക് എന്ന് പറയാം, അല്ലെ? നമ്മൾ പഴവും മാങ്ങയൊക്കെ എന്താ, നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് ദിവസം അവിടെ വെച്ച് കഴിഞ്ഞാലും അത് പഴുത്ത് വരും, അല്ലെ? അതിനെയാണ് നമ്മൾ ക്ലൈമാറ്റിക് ഫ്രൂട്ട് എന്ന് പറയാം. ഏറ്റവും ബേസിക് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് മാംഗോ, ബനാന. മറ്റ് എക്സാമ്പിൾസ് അവക്കാഡോസ്, ടൊമാറ്റോ, ആപ്പിള്, പിയർ, കിവി, പീച്ചസ്, ഇതൊക്കെ നമുക്ക് ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ് ആണ്. നമ്മളൊരു വാം ഏരിയയില് നമ്മളത് വെച്ച് കഴിഞ്ഞാൽ അത് പഴുത്ത് വരും, അല്ലെ? നമ്മൾ നോർമലി പഴമൊക്കെ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ മാങ്ങൊക്കെ ചെയ്യുന്നതാണ്. നമ്മൾ മാങ്ങ, പച്ചമാങ്ങ നമ്മൾ പറിച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമ്മളൊരു വാം ആയിട്ടുള്ള ഏരിയയില് നമ്മൾ അതിനെങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് പഴുത്ത് വരും. അപ്പൊ അതിനെയാണ് നമ്മൾ ക്ലൈമാറ്റിക് ഫ്രൂട്ട്സ് എന്ന് പറയാം. നോൺ ക്ലൈമാറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളത് ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് റൈപ്പൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, നമ്മുടെ സിട്രസ് ഫ്രൂട്ട്സ് പഠിച്ചാൽ തന്നെ ബാക്കി എക്സാമ്പിൾസ് ഒക്കെ എളുപ്പത്തിൽ പഠിക്കാം. സിട്രസ് ആ ഒരു ടേസ്റ്റ് ഉള്ള എല്ലാ ഫ്രൂട്ട്സും നോൺ ക്ലൈമാറ്റിക് ആണ്. ലൈം, ലെമൺ, ചെറി, റാസ്ബെറി, സ്ട്രോബെറി, ബ്ലൂബെറി, പൈനാപ്പിൾ, ഗ്രേപ്സ്, ഇതെല്ലാം നോൺ ക്ലൈമാറ്റിക് ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ക്വസ്റ്റൻ ആണ് കേട്ടോ ഇത്. ഈ ഒരു എക്സാമിൽ നിന്നല്ല, പല അഗ്രികൾച്ചർ ബേസ്ഡ്, ഫുഡ് എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി ബേസ്ഡ് എക്സാംസിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു ക്വസ്റ്റൻ ആണ് ക്ലൈമാറ്റിക്, നോൺ ക്ലൈമാറ്റിക്. നോട്ട് ചെയ്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റൻ. Wax coating treatment enhances the shelf life of food because it blocks the dash. Ripening, respiration, evaporation, transpiration. വളരെ സിമ്പിൾ ആണ്. വാക്സ് കോട്ടിംഗ് കൊടുക്കുമ്പോൾ എന്താണ് അവിടെ ബ്ലോക്ക് ആകുന്നത്? എന്താണ്? റെസ്പിറേഷൻ. ട്രാൻസ്പിറേഷൻ. സിമ്പിൾ ആണ്, നമുക്ക് അതിൽ എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല. വാക്സ് കോട്ടിംഗ് ട്രീറ്റ്മെന്റ് എൻഹാൻസസ് ദ ഷെൽഫ് ലൈഫ് ഓഫ് ഫ്രൂട്ട് ബിക്കോസ് ഇറ്റ് ബ്ലോക്സ് ട്രാൻസ്പിറേഷൻ. Coatings block the pore on the produced skin, reducing the water loss. Wax is commonly used in many fruits like citrus, tomato, bell pepper, and cucumber to improve fruit appearance and reduce transpiration. However, the effect of the wax on reducing fruit transpiration is limited. Okay, simple ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് അറിയാം already transpiration എന്താണെന്നൊക്കെ നമുക്ക് അറിയാം. Next question. Agriculture and Processed Product Development Authority, APEDA, came into existence in the year. ഏത് വർഷത്തിലാണ് എപ്പേഡ വന്നത്? 1975, 1985, 1995, 2005. അറിയാമോ? ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. ഏതാണ് ആൻസർ? 1985. ഓക്കെ, എപ്പേഡ ഞാൻ മാർക്ക് ചെയ്തിട്ടില്ല അല്ലെ. 1985 എപ്പേഡ വന്നത്. എപ്പേഡന്റെ ഫുൾ നിങ്ങൾ ഒരു എക്സ്പാൻഷൻ പഠിക്കുക. അഗ്രികൾച്ചറൽ ആൻഡ് പ്രോസസ്ഡ് ഫുഡ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് അതോറിറ്റി ആണ് എപ്പേഡ എന്ന് പറയുന്നത്. അത് 1985 നിലവിൽ വന്നത്. It was established under the Government of India under Agricultural and Processed Food Product Export Development Authority Act, which was passed in December 1985. Suitable variety of mango for processing ഏതാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു തോന്നുന്നുണ്ട്. ചോസ, അൽഫോൻസോ, അമ്രപാളി, മല്ലിക. ഏതാണ്? അൽഫോൻസോ ആണ്. അതുപോലെ തന്നെ ടോട്ടാപ്പുരി, അതും പ്രോസസിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു വെറൈറ്റി ആണ്. ഈ ഒരു ഓപ്ഷനിൽ അൽഫോൻസോ മാത്രമേ ഉള്ളൂ. ടോട്ടാപ്പുരിയും കൂടെ ഒരു പ്രോസസിങ്ങിന് പറ്റിയ വെറൈറ്റി ആണെന്ന് ഒന്ന് നോട്ട് ചെയ്യുക. ഇറ്റ് ഹാസ് ഗോട്ട് എ റിച്ച് ഫ്ലേവർ ആൻഡ് ടേസ്റ്റ്. ഹൗവർ
Alfonso is India's sweetest and best variety of mango because of high bricks content. നമ്മൾ നേരത്തെ പറഞ്ഞു TSSന്റെ യൂണിറ്റ് ബ്രിക്സ് തന്നെ ഓർക്കുക കേട്ടോ. ബ്രിക്സ് കണ്ടന്റ് ഏറ്റവും കൂടുതൽ ഉള്ളതാണ് ഈ ഒരു അൽഫോൺസോ വെറൈറ്റി എന്ന് പറയുന്നത്. അതിന് നല്ല അരോമ ഫ്ലേവർ റിച്ച് ഒക്കെ ആയിട്ടുള്ള വെറൈറ്റി ആണ് അൽഫോൺസോ എന്ന് പറയുന്നത്. Fruit processing industries for manufacturing mango pulp prefer Alfonso and Totapuri. To determine the rheological properties of food, which apparatus is used? Rheological property measure ചെയ്യാൻ വേണ്ടിയിട്ട് ഏതാണ് യൂസ് ചെയ്യുന്നത്? ഷേക്കർ, മിക്സോഗ്രാഫ്, സെഡിമെന്റേഷൻ അപ്പാരറ്റസ്, ടെക്സ്ചർ അനലൈസർ. ഏതാണ്? ടെക്സ്ചർ അനലൈസർ ആണോ മാം? ടെക്സ്ചർ അനലൈസർ. വെരി ഗുഡ്. ടെക്സ്ചർ അനലൈസർ ആണ് നമ്മൾ റിയോളജിക്കൽ പ്രോപ്പർട്ടീസിന് വേണ്ടി യൂസ് ചെയ്യുന്നത്. എന്താണ് റിയോളജിക്കൽ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാല്? റിയോളജി പഠിച്ചിട്ടില്ലേ? എന്താണ്? ടേസ്റ്റിൽ വരുന്നതാണോ മാം? ടേസ്റ്റിൽ വരുന്നതല്ല, റിയോളജിയിലെ ടെക്സ്ചറും കാര്യങ്ങളൊക്കെയാണ് വരിക. ഓക്കെ, അതിന്റെ ഒരു ഫ്ലോ ബിഹേവിയറും കാര്യങ്ങളും. ഓക്കെ, നമ്മളെ ടെക്സ്ചർ, വിസ്കോസിറ്റി, അതൊക്കെയാണ് നമ്മുടെ റിയോളജിയിൽ വരുന്നത്. ഓക്കെ, ടെക്സ്ചർ അനലൈസർ അല്ലെങ്കിൽ ടെക്സ്ചറോമീറ്റേഴ്സ് ആർ ഇൻസ്ട്രുമെന്റ് യൂസ് ടു അപ്ലൈ സയന്റിഫിക് മെത്തേഡ് ടു ദ മെഷർമെന്റ് ആൻഡ് അനാലിസിസ് ഓഫ് പ്രൊഡക്റ്റ് ടെക്സ്ചർ. ഓക്കെ, ടെക്സ്ചറൽ അനലൈസറിൽ നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഹാർഡ്നെസ്, ബ്രിട്ടിൽനെസ്, സ്പ്രെഡബിലിറ്റി, അഡ്ഹസീവ്നെസ്, ടെൻസൈൽ സ്ട്രെങ്ത്, എക്സ്റ്റെൻസിബിലിറ്റി, വിസ്കോസിറ്റി, ഇതൊക്കെയാണ് നമുക്ക് ടെക്സ്ചർ അനലൈസറിൽ മെഷർ ചെയ്യാൻ പറ്റും. നമ്മുടെ റിയോളജിക്കൽ പ്രോപ്പർട്ടി എന്ന് പറയാം ഇൻ ജനറൽ. ഓക്കെ മാം. നെക്സ്റ്റ്, സീറോ എനർജി ചേംബർ, സീറോ എനർജി കോൾഡ് ചേംബർ എന്ന് കേട്ടിട്ടുണ്ടോ? ZECC. അതിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇവാപറേറ്റീവ് കൂളിംഗ്, ചാൾസ് ലോ, സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്, ബോയിൽസ് ലോ. അറിയാമോ? അറിയില്ല മാം. ഇവാപറേറ്റീവ് കൂളിംഗ് ആണ് കേട്ടോ. ഇവാപറേറ്റീവ് കൂളിംഗ് ആണ് നമ്മുടെ ZECC അല്ലെങ്കിൽ സീറോ എനർജി കോൾഡ് ചേംബറിൽ യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എക്കോ ഫ്രണ്ട്ലി ഫാം ലെവലിൽ തന്നെ നമുക്ക് സ്റ്റോറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ചേംബർ സെറ്റപ്പ് ആണ് ZECC എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ പിക്ചറിൽ കാണുന്ന പോലെ ഒരു ബ്രിക്ക് വെച്ച് ലൈൻ ചെയ്തിട്ടുള്ള ഒരു ക്യാവിറ്റി മെക്കാനിസം ആണ് ഉണ്ടാവുക. ഓക്കെ, ഡബിൾ വാൾഡ് ആയിട്ടുള്ള ഒരു ക്യാവിറ്റി കാണും. ഈ ക്യാവിറ്റിന്റെ ഉള്ളിൽ സാൻഡ് നിറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയാണ്, നിങ്ങൾ കൂടുതൽ ഇതിന്റെ കൺസ്ട്രക്ഷനിലേക്ക് ഒന്നും പോണ്ട. ഒരു ഡബിൾ വാൾഡ് ആയിട്ടുള്ള ബ്രിക്ക് ചേംബർ ഉണ്ടാവും. അപ്പൊ ഈ രണ്ട് വാളിന്റെ ഇടയിൽ നമ്മൾ സാൻഡ് നിറയ്ക്കും. ഇന്നറായിട്ട് ഈ ചേംബറിന്റെ ഏറ്റവും ഉള്ളിലായിട്ട് നമ്മുടെ വെജിറ്റബിളോ ഫ്രൂട്ടോ എന്താന്ന് വെച്ചാൽ അതിനെ നമ്മൾ ഫാമിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്തിട്ട് അതിന് ഇതിന്റെ ഉള്ളിലേക്ക് നിറയ്ക്കും. എന്നിട്ട് നമ്മൾ ഈ ഒരു ഗ്യാപ്പിൽ, സാൻഡ് നിറച്ച ഗ്യാപ്പിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ എന്താണ്, പുറമേ നിന്നുള്ള ആംബിയന്റ് എയർ ഈ ഒരു സാൻഡ് കൂടെ ഉള്ള വെള്ളത്തിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചിട്ടില്ലേ, ഇവാപറേഷൻ ലീവ്സ് എ കൂളിംഗ് എഫക്ട് എന്ന്. അപ്പൊ ഈ ഒരു കൂളിംഗ് എഫക്ട് നമ്മുടെ ഉള്ളിലുള്ള വെജിറ്റബിൾസിലേക്ക് അല്ലെങ്കിൽ ഫ്രൂട്ട്സിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ കൂടുതൽ ഡീറ്റെയിലേക്കും കാര്യത്തിലേക്കും കൺസ്ട്രക്ഷനിലേക്കും ഒന്നും പോകണ്ട, ഇത്രയും മനസ്സിലാക്കുക. സീറോ എനർജി കോൾഡ് ചേംബർ എന്ന് പറഞ്ഞാൽ ഒരു ഇക്കോ ഫ്രണ്ട്ലി സ്റ്റോറേജ് സിസ്റ്റം ആണ്. നമ്മൾ ഹോട്ട് ആൻഡ് എയറിഡ് ക്ലൈമറ്റിൽ ഫുഡ് പ്രിസർവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഫാം ലെവലിൽ തന്നെ പ്രിസർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെത്തേഡാണ്. ഇവിടെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് ഇവാപറേറ്റീവ് കൂളിംഗ് ആണ്. സാൻഡിൽ കൂടെ എയർ പാസ് ചെയ്തിട്ട് അവിടെ ഇവാപറേഷൻ ഒരു കൂളിംഗ് എഫക്ട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഇത്രയും മാത്രം ഓർത്താൽ മതി. ഇനി റെഡ് കളർ ഇൻ ടൊമാറ്റോ, ഞാൻ ഓൾറെഡി മുന്നേ ചോദിച്ചു തോന്നുന്നു. ഏത് പിഗ്മെന്റ് ആണ്? ക്യാപ്സിസിൻ, ലൈക്കോപ്പീൻ, നമ്മൾ പറഞ്ഞ കാര്യമാണ്. കെമിക്കൽ ഫോർമുല ഓഫ് പൊട്ടാഷ്യം മെറ്റാബൈസൾഫേറ്റ് ഏതാണ്? KMS, K2SO4, KSO2, K2S2O5. K2SO4 അല്ല, K2S2O5 ആണ് പൊട്ടാഷ്യം മെറ്റാബൈസൾഫൈറ്റ്. എന്റെ മറ്റൊരു പേരാണ് പൊട്ടാഷ്യം പൈറോസൾഫൈറ്റ്. It is a white crystalline powder with a pungent odor. It is used as an antioxidant. Excuse me. Field to plate of food process is so called. ഏതാണ്? ഫുഡ് പ്രോസസിംഗ്, ഫുഡ് എഞ്ചിനീയറിംഗ്, ഫുഡ് ടെക്നോളജി, ഫുഡ് ന്യൂട്രീഷൻ. ഫുഡ് പ്രോസസിംഗ് ആണ് കേട്ടോ. ഫീൽഡ് ടു പ്ലേറ്റ് ഓഫ് ഫുഡ് പ്രോസസ്, പേരിൽ തന്നെ ഉണ്ട് പ്രോസസ്, അത് ഫുഡ് പ്രോസസിംഗ് ആണ്. നെക്സ്റ്റ്, റൈപ്പനിങ് എന്നാണ്, തെറ്റിപ്പോയതാണ്. റൈപ്പനിങ് ഫ്രൂട്ട് എക്സിസ്റ്റ് വിച്ച് ഗ്യാസ്? എക്സിറ്റ് ആണ്, എക്സിസ്റ്റ് അല്ല. വിച്ച് ഗ്യാസ് ഏതാണ്? സിമ്പിൾ ക്വസ്റ്റ്യൻ. എത്തിലിൻ. ഓക്കെ, നമുക്കറിയാം, നമ്മള് പഴമൊക്കെ പഴുപ്പ് നമുക്കറിയാം. എത്തിലിൻ ഗ്യാസ് ആണ് അവിടെ എക്സിറ്റ് ചെയ്യുന്നത് നമുക്കറിയാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. യെസ്, ദ ആൻസർ ഇസ് എത്തിലിൻ. ഫോർ മെഷർമെന്റ് ഓഫ് TSS, അതും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഏതായിരുന്നു? റിഫ്രാക്ടോമീറ്റർ. ഫാറ്റ് സോളിബിൾ വൈറ്റമിൻ, ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഏതാണ്? AD, E and K.
Which fruit is a rich source of iron? Date palm, carola, apple, none of these. ഡേറ്റ് പാം ആണോ മാം? ഡേറ്റ് പാമിൽ അയോൺ ഉണ്ട്, പക്ഷെ റിച്ച് സോഴ്സ് കമ്പാരിറ്റീവ്ലി റിച്ച് സോഴ്സ് എന്ന് പറയുന്നത് കരോണ്ട ആണ്. ഡേറ്റ് പാമിലും അയോൺ ഉണ്ട്, കറക്റ്റ് ആണ്. ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കായി ടെക് PSC ഫുഡ് സേഫ്റ്റി ഓഫീസർ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ആദ്യം ജോയിൻ ചെയ്യുന്ന 200 പേർക്ക് വെറും 2999 രൂപയ്ക്ക്. പക്ഷെ റിച്ച് സോഴ്സ് ഇതിൽ കമ്പാരിറ്റീവ്ലി ഏറ്റവും കൂടുതലുള്ളത് കരോണ്ടയിലാണ് കേട്ടോ. ഓക്കെ. Agricultural Produce Grading and Marketing Act was started in the year. Direct question ആണ്. 1937-ലാണ് നമ്മുടെ ഗ്രേഡിംഗ് ആൻഡ് മാർക്കറ്റിംഗ് ആക്ട് വന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോയ സോസ് ഇസ് മെയ്ഡ് ബൈ ദ ഫെർമെന്റേഷൻ ഓഫ് എ കോമ്പിനേഷൻ ഓഫ്. സോയ സോസ് എന്ത് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്? സോയാബീൻ ആൻഡ് വീറ്റ്, റൈസ് ആൻഡ് പൾസ്, മിൽക്ക് ആൻഡ് ഷുഗർ, സോയാബീൻ ആൻഡ് ഫ്രൂട്ട്. സോയ സോസ് ആണ്. അപ്പം സോയാബീൻ ആണ് ഒന്ന് നമുക്ക് വളരെ പെട്ടെന്ന് ഗസ് ചെയ്യാം, ഈവൻ ഇഫ് യു ഡോണ്ട് നോ. പിന്നെ രണ്ടാമത് എന്താണുള്ളത്? വീറ്റ് ആണോ ഫ്രൂട്ട്സ് ആണോ? വീറ്റ് ആണ്. വെരി ഗുഡ്, വീറ്റ് ആണ്. സോയാബീൻ ആൻഡ് വീറ്റ് ആണ് ആൻസർ. സോയ സോസ് ഇസ് പ്രിപ്പയർഡ് ബൈ ദ ഫെർമെന്റേഷൻ. അതൊന്ന് ഓർക്കുക, ഫെർമെന്റേഷൻ ആണ് സോയ സോസ് ഉണ്ടാക്കുമ്പോൾ നടക്കുന്നത്. നമ്മളവിടെ യൂസ് ചെയ്യുന്നത് ഡീഫാറ്റഡ് സോയാബീൻ മീലും അതുപോലെ തന്നെ റോസ്റ്റഡ് വീറ്റ് ഗ്രിറ്റ്സും ആണ്. യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസിനും കൂടി ഓർത്ത് വെക്കുക. ആസ്പെർജില്ലസ്, പെഡിയോകോക്കസ്, സക്കാരോമൈസസ്, അതുപോലെ തന്നെ കാൻഡിഡ സ്പീഷീസ്. നെക്സ്റ്റ്, ഇറേഡിയേഷൻ can be used to delay sprouting for. ഏതിന്റെ ഇതാണ്? പൊട്ടറ്റോ മാത്രല്ല, നമുക്ക് ഓണിയന്റെയും ഗാർലിക്കിന്റെയും എല്ലാത്തിന്റെയും ഇറേഡിയേഷൻ നമുക്ക് ഇതിന്റെ എല്ലാം സ്പ്രൗട്ടിങ് ഡിലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഓൾ ഓഫ് ദ അബവ് ആണ് കേട്ടോ. ഇറേഡിയേഷൻ is effective in controlling sprout development for long-term storage, providing other storage parameters are maintained. Major function achieved by gamma radiation are insect disinfestation, sprout inhibition in bulbs and tubers, delay in ripening of fruit. നിങ്ങൾ ആ ഒരു കോൺസെൻട്രേഷൻ എത്ര കിലോഗ്രാം എന്ന് പറഞ്ഞൊരു ടേബിൾ ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ ക്ലാസ് കിട്ടിയപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇറേഡിയേഷനിലെ ആ ഒരു ക്ലാസിഫിക്കേഷനും ടേബിളും കാര്യങ്ങളും പഠിക്കുക. സ്പ്രൗട്ട് ഇൻഹിബിഷൻ യൂസ് ചെയ്യുന്നത് എത്ര റേഞ്ച് ആണ്, അതുപോലെ തന്നെ മൈക്രോബിയൽ പ്രിവെൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, സ്റ്റെറിലൈസേഷൻ, ഡിസിൻഫെക്ഷൻ യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. റാഡപ്പട്ടൈസേഷൻ, റാഡോറൈസേഷൻ, റാഡിസിഡേഷൻ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഫുൾ ഫോം ഓഫ് FDA, സിമ്പിൾ ക്വസ്റ്റൻ ആണ്. FDA ഫുൾ ഫോം ഏതാണ്? ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ. യെസ്, USFDA കേട്ടിട്ടുണ്ടാവും. സിമ്പിൾ ആണ്. നമ്മുടെ USFDA എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ദ ഫെഡറൽ ഏജൻസി ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് ആൻഡ് ഹ്യൂമൻ സർവീസ്. FDA is responsible for protecting the public health by ensuring safety, efficacy and security of human and veterinary drug and biological products. Any jelly in which fruit pieces are suspended is called jam, jelly, marmalade, candy. Direct question ആണ്. മാർമലേഡ് ആണ് കേട്ടോ. ഡയറക്റ്റ് മാർമലേഡിന്റെ ഡെഫിനേഷൻ അങ്ങനെ തന്നെ ചോദിച്ചതാണ്. ഇറ്റ് ഇസ് ദ ജെല്ലി ഇൻ വിച്ച് ഫ്രൂട്ട് പീസസ് ആർ സസ്പെൻഡഡ്. ഓക്കെ. ഫുഡ് സേഫ്റ്റി ഓഫീസർ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? എങ്കിലിതാ നിങ്ങൾക്കായി ടെക് PSC ഫുഡ് സേഫ്റ്റി ഓഫീസർ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സസ് ആരംഭിച്ചിരിക്കുന്നു. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച മെന്ററിന്റെ നേതൃത്വത്തിൽ വിദഗ്ധരും പരിചയസമ്പന്നരുമായ അധ്യാപകർ നയിക്കുന്ന തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസ്സുകൾ, പരീക്ഷാ തീയതി വരെ നീണ്ടു നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ക്ലാസ്സുകളും, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡൽ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ് എന്നീ സവിശേഷതകളോട് കൂടിയ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. അതും ആദ്യം ജോയിൻ ചെയ്യുന്ന 200 പേർക്ക് വെറും 2999 രൂപയ്ക്ക്. ഇന്ന് തന്നെ ജോയിൻ ചെയ്യൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്കും ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.